പാരിസ്ഥിതിക മേഖലയിൽ വളരെ പ്രശസ്തരായ രണ്ട് കവികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. കാടിനെക്കുറിച്ച് അക്ഷരങ്ങളിലൂടെ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ, കുറേ കാലങ്ങൾ അവഗണിക്കപ്പെട്ടെങ്കിലും അത്ര തന്നെ പരിഗണന കിട്ടാതെ പോയിരുന്ന ചില ഭാഗങ്ങളെ, ചില വിഷയങ്ങളെ നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായ വരികളിലൂടെ, വാക്കുകളിലൂടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഗോത്രങ്ങളുടെ സംസാരങ്ങളെയും വിഷയങ്ങളെയുമൊക്കെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ എത്തിക്കുകയും അതേപോലെ തന്നെ കടലെന്ന് പറയുന്ന വിശാലമായൊരു ലോകത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന രണ്ട് കവികൾ ഇവിടെ ചേരുന്നത് കാടും കടലുമാണ്. അതിനകത്തൂടെ സഞ്ചരിക്കുമുണ്ടായ പച്ചയായ അനുഭവങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ കവിത ആലപിച്ചും അനുഭവങ്ങളെ അവതരിപ്പിച്ചും ഈ സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഇരുവരെയും വളരെയേറെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം. SSFൻ്റെ ഈ പരിപാടിയിൽ എന്നെ വിളിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. എൻ്റെ നാട്ടുകാരൻ ഒരാൾ ഇവിടെ ഉണ്ട്, മുട്ടിലാന്നാണ് പറഞ്ഞത്. ഞാൻ കാടിനെ കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കാടും ഞാനും എൻ്റെ സമൂഹമായിട്ട് നല്ല ബന്ധമുണ്ട്. കാട് ഒരു വിദ്യാലയമാണ്. നമ്മൾ അവിടുത്തെ വിദ്യാർത്ഥികൾ. ആ കാട്ടിലെ അധ്യാപകരാണ് അവിടുത്തെ മരങ്ങളും ആ കാട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളും. ഇവരെല്ലാം വനത്തിലുള്ള അധ്യാപകരാണ്. അപ്പോൾ ഈ കാട്ടിലെ മരങ്ങളും പക്ഷികളും അവിടുത്തെ മറ്റു മൃഗങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. കണ്ടുപഠിക്കാനും കേട്ട് പഠിക്കാനും മണത്ത് പഠിക്കാനും തൊട്ട് പഠിക്കാനും എല്ലാം നമ്മളെ ആ വനം പഠിപ്പിക്കുന്നുണ്ട്. കാട്ടിലൂടെ നടക്കുമ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പന്നി ഉരുണ്ടത്, മണലിൽ ഉരുണ്ട് കളിച്ചതും ഓടിയതും, ചത്തുവീണ മാനുകൾ, ഒടിഞ്ഞു വീഴാറായ മരങ്ങൾ, പൂക്കൾ, കൊഴിഞ്ഞുപോയ പൂവിൻ്റെ ഇതളുകൾ, ഇലകൾ, ഇപ്പോൾ നടന്നുപോയ ആനയുടെ കാൽപാദങ്ങൾ, ഇന്നലെ വന്ന് പോയ മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ, കടുവയുടെ കാൽപ്പാടുകൾ, ഇതൊക്കെ നമ്മൾ നാട്ടിൽ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ആ വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വിദ്യാഭ്യാസമാണ്
എനിക്കൊക്കെ ലഭിച്ചിട്ടുള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. കാട്ടിലെ വിദ്യാഭ്യാസവും ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുന്ന പാഠങ്ങളാണ്. അപ്പോൾ ഈ കാട്ടിലുള്ള ഇത്തരത്തിലുള്ള ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വനത്തിലുള്ള കവിതകൾ എഴുതുന്നത്. ഇപ്പോൾ പെൺപന്നിയുടെ പാട്ട് എന്നൊരു കവിതയിൽ പറയുന്നത് ഒരു പ്രസവിക്കാറായ ഒരു പന്നിയാണ്. അപ്പോൾ ഈ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പന്നി കാട്ടിൽ പുല്ലുകൾ, വലിയ ഈ പുല്ലുകൾ കടിച്ചെടുത്ത് അതിന് പ്രസവമുറി ഉണ്ടാക്കുന്ന ഒരു വീട് ഉണ്ടാക്കുവാണ്. പുല്ലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ടാണ് ഇത് പ്രസവിക്കുന്നത്. അപ്പം അതിനു വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു ഗർഭിണി പന്നിയെ കാട്ടിലേക്ക് വന്ന ഒരാൾ, വേട്ടയാടാൻ വന്ന ഒരാൾ ആ പന്നിയെ വെടിവെക്കുന്നു. അപ്പോൾ പന്നി പെട്ടെന്ന് ചാവില്ലല്ലോ. അപ്പോൾ ഈ പന്നിക്ക് വെടിയേക്കുന്നു, പന്നി ഓടുകയാണ്. ചാവുന്നതിന് മുന്നേ പ്രസവിച്ച് തീർക്കണം. ഏകദേശം 10-15 കുട്ടികളൊക്കെ പന്നി പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ പ്രസവിച്ച് തീർക്കണം ചാവുന്നതിന് മുന്നേ. അതിനു വേണ്ടിയിട്ട് ഈ പന്നി മണൽ ഉള്ള സ്ഥലത്തു കൂടെ മാത്രം ഓടുകയാണ്. കാരണം പ്രസവിക്കുമ്പോൾ കുഞ്ഞ് വീഴുമ്പോൾ അതിന് മുറിവ് പറ്റാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത ആ അമ്മ പന്നി ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ മണലിലൂടെ ഓടി ഓടി മണലിൽ തന്നെ പ്രസവിച്ച് 10 പന്നിക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഈ പന്നി വേറൊരു കാട്ടിൽ പോയിട്ട് അവിടെ വീഴും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നക്കി തുടയ്ക്കുന്നത് മണലാണ് ഈ കുഞ്ഞുങ്ങളെ നക്കി തുടച്ച് അവരുടെ ആ ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ കളയുന്നത്. ഈ മൃഗത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അവർ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളെ നക്കി തുടയ്ക്കും, എന്നിട്ടാണ് വൃത്തിയാക്കുന്നത്. നമ്മൾ മനുഷ്യന്മാർ കുളിപ്പിക്കുന്നതാണ്. പക്ഷെ മൃഗങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ഈ പന്നിക്കുഞ്ഞുങ്ങളെ മണലുകൾ പ്രസവിച്ച് വീണ ആ കുഞ്ഞിനെ മണൽ തലോടി 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 അതിനെ വൃത്തിയാക്കി രക്ഷിക്കുന്നു. അങ്ങനെ ഈ പന്നി അവിടെ പോയിട്ട് മറിഞ്ഞു കെട്ടി വീണിട്ട് ഈ പന്നി അവിടെ കരഞ്ഞോട് പാടുകയാണ്. തൻ്റെ കുട്ടികളെ തൊട്ട് നോക്കാൻ പറ്റിയില്ല, നക്കി തുടയ്ക്കാൻ സാധിച്ചില്ല, അതിനെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടുകയാണ് കരഞ്ഞുകൊണ്ട് പാടുന്ന നേരത്ത് അപ്പുറത്തുള്ളൊരു വലിയച്ഛൻ ഇത് കേൾക്കും. ഈ പന്നിയുടെ പാട്ട് മനസ്സിലാക്കിയത് കൊണ്ട്, അവൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹം പോയിട്ട് ആ പന്നിനെ രക്ഷിക്കാൻ നോക്കും. ആ വേടൻ വന്നിട്ട് ആ രക്ഷിക്കാൻ വന്ന ആ വലിയച്ഛനെ വെടിവെച്ച് കൊന്നളയും. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ആ പന്നിയിലൂടെ ഞാൻ കണ്ടത് കാട്ടിൽ. പിന്നെ ഒരു വേഴാമ്പലും ഒരു വേടനും. അപ്പോൾ ഒരു വേഴാമ്പലിനെ പിടിക്കാൻ പോവും. കൊടുമഴയാണ്. പിടിക്കാൻ പോയപ്പോൾ എന്താക്കും, ഈ വേടൻ ആ കാട്ടിൽ അകപ്പെട്ടു പോകും. അകപ്പെട്ടു പോകുന്ന നേരത്ത് ഇയാൾ പെട്ടു അവിടെ കാട്ടിൽ. അവസാനം ഈ വേഴാമ്പലാണ് അദ്ദേഹത്തെ
വേഴാമ്പലും വേടനും കൂട്ടാവും. അപ്പോൾ 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടും. പാട്ട് പാടി 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 ഈ വേഴാമ്പൽ പുറത്തേക്ക്, കാടിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു പിന്നെ കാഴ്ചയാണ് അതിൽ കണ്ടത്. പിന്നെ ഒരു ആലോചന വളമുണ്ട്. കാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒച്ചയിടാൻ പാടില്ല, കാറിൽ കൂവാൻ പാടില്ല. നമ്മൾ വിനോദസഞ്ചാരമൊക്കെ പോകുന്നില്ല കാട്ടിലൂടെ. ഞങ്ങളെന്നും വിനോദസഞ്ചാരമാണ് കാട്ടിൽ. വല്ലപ്പോഴുമൊക്കെ പോകുന്നവർ കാടിനെ പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ കാട്ടിൽ ചില വളവുകളിലൊക്കെ ഈ ആനകൾ വന്ന് നിൽക്കും. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു വളവിലെത്തിയപ്പോൾ ഞാനും എൻ്റെ ഏട്ടനും ഒന്ന് നിന്ന് മെല്ലെ ആലോചിച്ചു. ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഒന്നുമില്ല, ആനയുടെ ഒച്ചപ്പാടില്ല, ഒന്നുമില്ല. ഞങ്ങൾ 2 പേര് ചൂണ്ടയുമായി കാട്ടിലൂടെ നടന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഞാനവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നു. ചൂണ്ടയിടാൻ നേരത്ത് നമ്മുടെ ഏട്ടൻ പുള്ളി എന്നെ ഇട്ടിട്ട് ഒരുപാട് ദൂരെ പോയി. ഒരുപാട് ദൂരെ ഇരിക്കുമ്പോൾ, കാട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അവരെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക? എങ്ങനെയാണ്? കാട്ടിൽ സംസാരിക്കുന്ന, നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെയുള്ള ഭാഷ സഞ്ചരിക്കില്ല. നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഒരാളെ വിളിക്കാനും കിട്ടില്ല, മനസ്സിലാവില്ല. ശബ്ദം, നമ്മുടെ വർത്തമാനം പോവില്ല, കാട്ടിലൂടെ സഞ്ചരിക്കില്ല. കാട്ടിൽ സഞ്ചരിക്കുന്ന കൂവൽ ഭാഷയാണ് കാട്ടിലൂടെ. ഇങ്ങനെ നമ്മൾ കൂവി വിളിക്കുമ്പോൾ, ഇപ്പോൾ അക്കരെയുള്ള ഒരാളെ നമ്മളിവിടെ ഇരുന്നിട്ട് ചേട്ടാ എന്താ ഇങ്ങോട്ട് വരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് കേൾക്കില്ല. അങ്ങനെ ഇരിക്കുന്ന ആളെ കേൾക്കില്ല. അപ്പം നമ്മളെന്താക്കും? കൂവൽ ഭാഷയിലൂടെ കൂവൽ ഭാഷ ഉപയോഗിക്കും. ഇപ്പോൾ അക്കരെ ഉള്ള ഒരാൾ നമ്മൾ എന്ന് വിളിക്കുമ്പോൾ അത് നേർരേഖയിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോവും കാട്ടിലൂടെ. ഇപ്പോൾ പുഴയിൽ ആണെങ്കിൽ നമ്മൾ കൂവൽ ഭാഷ ഉപയോഗിക്കാം. പുഴയിലൂടെ പോകുമ്പോൾ ദൂരെ ഉള്ള ഒരാളെ വിളിക്കാനും കൂവൽ ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കാടിലൂടെ സഞ്ചരിക്കുന്ന ഭാഷ കൂവൽ ഭാഷയാണ്. അങ്ങനെ ഒരു ദൂരെയുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വലിയ ശബ്ദത്തിൽ കൂവി കഴിഞ്ഞപ്പോൾ അവനും അതേ ശബ്ദത്തിൽ ഇങ്ങോട്ട് കൂവി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഒരുപാട് ദൂരത്തായിട്ട് ആണുള്ളത്. ഈ ശബ്ദം കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ എന്താക്കി, ഞാൻ കുറച്ചും കൂടെ പോയിട്ട് ഒരു കൂവൽ കൂടി. ആ വലിയ കൂവലിനെ ചെറുതാക്കി കൂവി അവൻ്റെ അടുത്തേക്കെത്തി. അങ്ങനെയാണ് ഒരാളെ കാട്ടിൽ കണ്ടെത്താൻ സഹായിക്കുന്നത്. മെല്ലെ സംസാരിക്കാം. നമ്മൾ ഒരുപാട് കാറി കൂവി ബഹളം വെച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അപകടം സംഭവിക്കും. ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കില്ല. കാട്ടിലെ ചലനങ്ങൾ, മൃഗത്തിൻ്റെ പെരുമാറ്റങ്ങൾ, ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല കാട്ടിൽ. അങ്ങനെയാണ് ഈ കാട്ടിലെ പലതരത്തിലുള്ള മരുന്നുകൾ. അപ്പം ഈ മരുന്നും പലതരത്തിലുള്ള മരുന്നുണ്ട്. പനിക്കുള്ള മരുന്നുണ്ട്,
മറ്റ് പല തരത്തിലുള്ള അസുഖങ്ങൾക്ക് മരുന്നുണ്ട്, ഉളുക്കിന് മരുന്നുണ്ട്. അപ്പോൾ ഇത്തരമുള്ള മരുന്ന് വർഗം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കവിതാ രൂപത്തിലേക്ക് മാറ്റാറുണ്ട്. പിന്നെ പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, ഈ പഴവർഗ്ഗത്തെ എല്ലാം ഈ കവിതാ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ വൃത്തിയായി ആ കാട്ടിലൂടെ സഞ്ചരിച്ചാൽ നമ്മളതിനെ ഒരു പുസ്തകമായി, അല്ലെങ്കിൽ ഒരു പത്രമായി, ഒരു വിദ്യാലയമായി, നേരത്തെ പറഞ്ഞ പോലെ വിദ്യാലയമായി, അധ്യാപകരായി അവരെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്കൊരുപാട് ഇനിയും അറിയാനുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കവിത എഴുതിയിട്ടാണ് ഞാൻ നമ്മുടെ കേരള സാഹിത്യത്തിലേക്ക് എൻ്റെ കാട്ടുകവിതകൾ കാണിക്കാൻ സാധിച്ചു. അത് കേരളത്തിലുള്ള വായനക്കാർ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരുപാട് യുവാക്കളും യുവതികളും വലിയ ആൾക്കാരൊക്കെ ശ്രമിക്കാറുണ്ട്. ആ കവിതകൾ വായിക്കാറുണ്ട്, പഠനം ചെയ്യുന്നു. പല കോളേജുകളിലും ഇത്തരത്തിലുള്ള പഠനങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികൾ PhD പഠിക്കുന്നു. ഇത്തരത്തിലൊക്കെ ഒരു കാട്ടു കവിത കൊണ്ട് എന്നെ കൊണ്ട് സാധിച്ചു. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ ഒരു കവിതയുണ്ട്. അത് മീനുകളെക്കുറിച്ചാണ്. നമ്മൾ കഴിക്കുന്ന മീനിനെ കുറിച്ച് ഒരു കവിത എഴുതിയതാണ്. ഏട്ടക്കൂരി എന്നാണ് അതിൻ്റെ പേര്. ഈ പുഴയിൽ ഒരു സ്വർണ്ണ നിറമുള്ള പോലെയുള്ള ഒരു മീനുണ്ട്, ഏട്ടക്കൂരിയാണ്. നമ്മൾ ഈ കടലിലുണ്ട്, കടലിലെ ഏട്ട ഒരു മഞ്ഞ നിറത്തിലുള്ള ഏട്ടയുണ്ട്. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. നല്ല രുചിയാണ് അതിനെ കഴിക്കാൻ നേരത്ത്. അപ്പം അതിനെക്കുറിച്ച് എഴുതിയ ഒരു മീൻ കവിതയാണ് ഈ വർഷത്തെ 10ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിൽ ഉള്ളത്. അപ്പോൾ എൻ്റെ കവിതയിൽ ഇത്തരത്തിലുള്ള മീനും ഞണ്ടും ഞങ്ങൾ കഴിച്ചിരുന്ന ഇലക്കറികളും ഞങ്ങൾ കയറിയ മരങ്ങൾ, ആ മരങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഞാൻ കവിത എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഒരമ്മച്ചി കാട്ടിലാണ് അവരുടെ ഗ്രാമം ഉണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു. കാട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ട് ഇവർ നാട്ടിൽ വന്നിട്ട് ചെറിയ കുടിലൊക്കെ ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ എന്താക്കി, ഈ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. എന്തായിരിക്കും സങ്കടം? ആ കാട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ അമ്മൂമ്മ ആലോചിക്കുന്ന എന്ത് കാര്യമെന്ന് അറിയോ? ഇവരുടെ മക്കൾ കളിച്ച് വളർന്ന ആ കാട്ടിലെ ഒരു മരം പ്രസവിച്ചു. മരം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ആ മരത്തിൻ്റെ കുഞ്ഞിനെ എടുക്കാൻ സാധിക്കുന്നില്ല. ആ പ്രസവിച്ച മരത്തിൻ്റെ ചുറ്റും വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല. ആ മരത്തിൻ്റെ ചടങ്ങ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ അമ്മൂമ്മ
ആ വീട്ടിലിരുന്ന് ഇതെല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ, ഏ, ഈ മരത്തിൻ്റെ പ്രസവം. പിന്നെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ആ, അത് ഈ വയലിലൊക്കെ നല്ല നല്ല ഇലക്കറികൾ, ചീര പോലുള്ള പലതരത്തിലുള്ള ചെടികളുണ്ട്. അപ്പോൾ ആ ചെടി, ആ ഇലകളൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ട് കറി വെക്കും. അപ്പോൾ അവിടെ ഒരു കാടിൻ്റെ അടുത്തുള്ള ഒരു ആദിവാസി ഊരത്തെ ഒരു പെണ്ണാണ് ഈ ചപ്പൊക്കെ പറിച്ച് കൊണ്ട് വന്ന് അത് തോരൻ വെച്ച് ഇങ്ങനെ ആക്കി. അപ്പം അടുത്തുള്ള ഒരു ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ വീടും തൊട്ടപ്പുറത്താണ്. അപ്പം എന്താക്കും, ഈ പെണ്ണിന് ഈ ചപ്പ് കറി തിന്നാൻ ഭയങ്കര കൊതിയാണ്. ഈ വയലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല സ്വാദുള്ള ഇലക്കറിയാണ് നമുക്ക് അതൊക്കെ. അപ്പം എന്നും എല്ലാ ദിവസവും ഈ പെണ്ണ് അപ്പുറത്തെ വീട്ടിലത്തെ ആ ആദിവാസി കുട്ടീനെ വിളിക്കും. അവൾ വിളിച്ച് ചോദിക്കും, രാവിലെ തന്നെ വിളിക്കും, എടി ഇന്നെന്താടി കറി, ഇന്ന് രാവിലെ എന്താ വെച്ച്, ഉച്ചക്ക് എന്താ വെക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. കറികളെക്കുറിച്ചാണ്, കാട്ടുകറികളെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അവസാനം ഈ പെൺകുട്ടി അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുന്നിട്ട് ഞണ്ട് കറിയും തിന്നുന്നു, ചപ്പ് കറിയും തിന്നുന്നു. അങ്ങനെ ആ സന്തോഷമുള്ള ഒരു സ്നേഹബന്ധം അവിടെ നടക്കുന്നു. ഇത്തരത്തിലുള്ള കവിതകളാണ് കൂടുതലായിട്ട് എൻ്റെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. കാട്ടിലുള്ള ജീവിതവും ഞാൻ അനുഭവിക്കുന്ന ജീവിതവും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് റിസാല മാസികയിൽ ഒരു കവിത വന്നിരുന്നു. അത് സാറ എന്ന് പറയുന്ന ഒരു കവിത ഞാൻ കൊടുത്തിരുന്നു. അത് വന്നു. ആ കവിത ഒന്നും ഞാൻ ചൊല്ലിയിട്ട് അനിൽകുമാറും കുറച്ചേറെ സംസാരിക്കട്ടെ. കവിതയുടെ പേര് സാറ. തെരുവിൽ നിന്നും തിരികെ പോവാത്ത കിളികൾ കറണ്ട് കമ്പികളിൽ നിരനിരയായിരിക്കുന്നു. തീവണ്ടിക്കൂവലും കുളക്കോഴിക്കൂവലും കടൽ തോണിത്തുഴയിലും തിരയായി തീരമണിഞ്ഞു. അയലത്തെ പള്ളിയിലേക്ക് വന്നവർക്ക് ഒരു കടൽ വിൽപ്പനക്കാരൻ ഒരു പൊതിയിലൊരാൾക്ക് ഒരു വലിയ കടലിനെ കൊടുത്തു. അദ്ദേഹം പൊതി തുറന്നു നോക്കി. പൊതിയിൽ ഒരമ്മയും ഒരപ്പനും കുഞ്ഞിനെ പേരിടാൻ പോകുകയാണ്. അവരോടൊപ്പം അയാളും യാത്ര തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം മകനിടാൻ ഇഷ്ടപ്പേര് തപ്പി കുഴഞ്ഞു. തിര പായകളായി, അനങ്ങാത്ത മേഘങ്ങളായി. നടുക്കടലിൽ ഒരു മീൻ ഉയരത്തിലേക്ക് ചാടി. അയാളുടെ ഹൃദയം അഫറിനായി തുടരുന്നു. ഭൂമിയെ തൊഴാൻ തുടങ്ങിയ സൂര്യൻ, ഒളിച്ചകലുന്ന ചന്ദ്രൻ, കിഴക്കിലെ കഴിഞ്ഞ ജീവിതങ്ങളെല്ലാം വടക്കോട്ട് തിരിഞ്ഞൊഴുകി. വെള്ളച്ചാട്ടം, തുഷാരം, തുടർച്ച, ഓട, വനം, കുടുംബം, കുളിർമ, കൊടുത്തുവിട്ട കുഞ്ഞ്. അടുക്കളയിലെ അടുക്കുള്ള
പാത്രത്തിൽ ഒരു തവി കഞ്ഞി, ഉപ്പാപ്പയുടെ തോർത്ത്, തൊഴുത്തിലെ കാപ്പിക്കുരു, വാതിൽ മുകളിൽ പല്ലി, പവിഴം കഴുത്തറ്റം വരെ അണിഞ്ഞ മരത്തോലിൽ മുതുകത്ത് കയറിയ കാട്ടാന, ഒടിഞ്ഞ കൊമ്പിൽ ഒരു ഓലപ്പാമ്പ്. മിഴിയിലെ കാറ്റുകളെല്ലാം ചേർന്ന് കുളിച്ചൊരുങ്ങിയ പുഴയിൽ ഉരുളൻ കല്ലിൽ കിടന്ന ആമ, കരത്തേച്ച് മിനുക്കിയ വെട്ടത്തിൽ അമ്മയും അപ്പനും പേരിട്ടു സാറ. ഒപ്പമിരുന്നയാൾ എവിടെ പോയി? സാറ ദാ അവിടെ, ഈ വിരൽ നീളുന്നതത്രയും ദൂരത്തിൽ, ഈ വിരൽ നീളുന്നത്രയും ദൂരത്തിൽ ഒരാൾ പ്രവാചകൻ, ഒരാൾ പ്രവാചകൻ. താങ്ക് യു. കുഴപ്പമില്ല. ആദ്യമേ ഈ പരിപാടിക്ക് വിളിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ എല്ലാ സ്നേഹവും അറിയിക്കുകയാണ്. കാടും കടലും കവികളും കവിതയും എന്നാണ് ഈ സെഷന് നൽകിയിരിക്കുന്ന പേര്. സത്യത്തിൽ കാടും കടലും ഈ പ്രകൃതിയുടെ രണ്ട് ജൈവിക സമ്പത്താണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന വിഭവവും അതാണ്. മാത്രമല്ല ഈ കാടിനെയും കടലിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് വംശങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പോൾ കാടിനെ സംബന്ധിച്ച് 36 ഗോത്രവർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. മുദ്വാൻ ഗോത്രം അല്ലെങ്കിൽ അടിയാള വിഭാഗം തുടങ്ങി 36 ഗോത്രവർഗ്ഗങ്ങൾ. തീരദേശ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ തെക്ക് തിരുവനന്തപുരത്തെ പൊഴിയൂർ മുതൽ വടക്ക് കാസർഗോഡുള്ള ബേക്കലം വരെ പടർന്നു കിടക്കുന്ന ഒരു തൊഴിലധിഷ്ഠിത വംശ സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ഈ രണ്ട് വംശവും കാടിനെയും കടലിനെയും ഉപജീവിച്ചുകൊണ്ടാണ് അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആ ആവാസ വ്യവസ്ഥയുടെ മേലിപ്പോൾ പലതരത്തിലുള്ള കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കടന്നുകയറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദിവാസികൾ എല്ലാ കാലവും ആദിവാസികളായിരിക്കണമെന്നോ മത്സ്യത്തൊഴിലാളികൾ എല്ലാ കാലവും മത്സ്യത്തൊഴിലാളികളായിരിക്കണമെന്നോ അർത്ഥത്തിലല്ല. ഈ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ആർക്കാണ് അധികാരം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ CK ജാനുവിൻ്റെ അടിമമൊക്ക എന്ന് പറയുന്ന ആത്മകഥ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ആത്മകഥയ്ക്കകത്ത് കാട്ടിൽ വസിക്കുന്ന മനുഷ്യന് കാട്ടിലെ വിഭവങ്ങൾ എടുക്കാനുള്ള അധികാരം പോലും ഇല്ലാതായി മാറുന്നു. അപ്പോൾ ഈ ഭൂമി ആർക്കാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വിഭവങ്ങൾ ആർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് സത്യത്തിൽ ആ ഭൂമിയുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവിടെ സമരം ഉണ്ടാകുന്നത്. ഇപ്പോൾ തീരദേശത്ത് നോക്കുക, വിഴിഞ്ഞം പോലുള്ള പ്രദേശത്തിൻ്റെ സാഹചര്യം നോക്കുക. അവിടെ ഇപ്പോൾ ഹാർബർ വരുന്നു, അന്താരാഷ്ട്ര തുറമുഖം വരുന്നു. ഒരു വൻകിട കോർപ്പറേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണത്. നമുക്കെല്ലാവർക്കും അറിയാം. അദാനിയെ പോലുള്ള ഒരാൾ വന്ന് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. കേരളം കൊട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു വികസന കവാടമായിട്ട് വിഴിഞ്ഞം മാറുന്നു. പക്ഷേ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ്? ആ മനുഷ്യരുടെ തൊഴിലിന് സുരക്ഷിതത്വമുണ്ടോ? ആ മനുഷ്യർ കൂട്ടമായി താമസിക്കുമ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥ അതേപടി നിലനിർത്തപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ അവരുടെ ഭാവി തലമുറകൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള പലതരം ചോദ്യങ്ങൾ ഉയർന്നു വരും. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്ന സങ്കല്പം പലപ്പോഴും അരികുവൽക്കരിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന രണ്ട് കൂട്ടർ കൂടിയാണ് ഈ കാട്ടിൽ വസിക്കുന്ന മനുഷ്യരും കടലോരത്ത് വസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും. കാരണം ഇതൊരിക്കലും കേരളത്തെ സംബന്ധിച്ച് മിഡിൽ ക്ലാസ്സിന് ഒരു കാലത്ത് ഇത്തരം വികസന അജണ്ടകൾ ബാധിക്കാറില്ല. ഇപ്പം നിങ്ങൾ നോക്കിപ്പോൾ K-Rail എന്ന് പറയുന്നൊരു സങ്കല്പം വരുന്നു, അല്ല K-Rail കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുന്നു. K-Railനെതിരെ സമരം നടക്കുന്നു. സമരം നടന്നതിന് ശേഷം K-Railനെ കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ പോയി. ആ ചർച്ചകൾ അവിടെ തന്നെ നിൽക്കും. കാരണം K-Rail പോകുന്നത് മധ്യവർഗത്തിൻ്റെ വീടുകൾക്കിടയിലൂടെയാണ്. സ്വാഭാവികമായിട്ട് അത് വലിയ പ്രശ്നമാവും. പക്ഷേ കടലോര മനുഷ്യരെ മുഴുവൻ അന്യവൽക്കരിച്ചുകൊണ്ട് ഒരു വികസനം നടത്തിയ അത് ചോദ്യം ചെയ്യപ്പെടില്ല. കാരണം അടിത്തട്ട് മനുഷ്യർ ഇത്തരം വികസനം മുഴുവൻ അവർ അത് അനുഭവിക്കണം എന്നുള്ളതാണ്. ആ വികസനത്തിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ് ഒരു വൈപ്പ്. ഞാൻ വരുന്നത് വിഴിഞ്ഞത്ത് നിന്നാണ്, തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന തീരപ്രദേശത്ത് നിന്ന്. എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അമ്മയെന്ന് പറയുന്നത് മീനൊക്കെ എടുത്ത് ദൂരപ്രദേശങ്ങളിൽ കൊണ്ട് വിൽക്കാൻ പോകുന്ന ഒരു സ്ത്രീയാണ്. ഈ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ 2000 ആണ്ടിൽ തന്നെ എൻ്റെ അപ്പം മരിച്ചു പോകുന്നു. അപ്പം അതുവരെ അച്ഛൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത് ഒരു കട്ടമരത്തിലാണ്. കട്ടമരം എന്ന് വെച്ചാൽ അതിരാവിലെ 4 മണിക്ക് എണീറ്റ്
4 ചാളത്തടിയെ എടുത്ത് ഇങ്ങനെ ചേർത്ത് കെട്ടി കടലിലേക്ക് കൊണ്ടുപോകുന്ന ചെറിയ ബോട്ട് പോലെയുള്ള ഒന്നിനാണ് കട്ടമരം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ 9 മക്കളാണ്. അപ്പോൾ 9 മക്കൾ ഇപ്പോൾ ഓരോ ദിവസവും അച്ഛൻ ഓരോ മക്കൾ, ഞങ്ങൾ 7 ആണ് 2 പെണ്ണുമാണ്. അപ്പോൾ ഞങ്ങൾ ആ മക്കളെ ഓരോ ദിവസവും വിളിച്ച് അച്ഛൻ ഇങ്ങനെ കട്ടമരം കെട്ടി രാവിലെ പോകാൻ സമയത്ത് ഞങ്ങളെ കൂടി കട്ടമരം കെട്ടാനായിട്ട് വിളിക്കും. അപ്പോൾ കട്ടമരം കെട്ടി കടലിൽ പോകുമ്പോഴത്തേക്കും ഈ കടലിനുള്ളിൽ നിന്നുകൊണ്ട് കരയെ കാണുന്നൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച അധികം ആൾക്കാർ കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം കാണാൻ പറ്റും. കാരണം നമുക്ക് കരയിൽ നിന്ന് കടലിനെ കാണാം, പക്ഷെ കടലിൽ നിന്ന് കരയെ കാണുക അത് എല്ലാ ദിവസവും കാണുക. കുറേ നമ്മൾ ഏതാണ്ടൊരു 60 കിലോമീറ്റർ ഉള്ളിൽ കടലിലേക്ക് പോയതിന് ശേഷം കരയെ നോക്കുമ്പോൾ കരയെന്ന് പറയുന്നത് പച്ചപ്പ് മാത്രം നിറഞ്ഞതാണ്. ഇവിടെ നിന്ന് നമ്മൾ അത് നോക്കുമ്പോൾ കുറച്ച് പച്ച മാത്രം നിൽക്കുന്ന പോലെയുള്ള പച്ച വരകൾ നിറഞ്ഞതാണ്. കര നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ കടലിനകത്ത് ചെറിയ മീനുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ വിശാലമായി ആകാശം ഇങ്ങനെ കണ്ടു കിടക്കുന്ന കാഴ്ച, മഴ പെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കയറി നിൽക്കും ഇവിടെ. പക്ഷെ കടലിനകത്ത് മഴ ശരീരത്തിൽ കൊള്ളാനേ വഴിയുള്ളൂ. ആ കൊള്ളുന്ന മഴയെന്ന് പറയുന്ന മുള്ളുകൾ പോലെ വന്ന് കുത്തും. അപ്പോൾ ആ മഴ മുള്ളുകൾ പോലെ കുത്തുന്ന മഴയൊക്കെ കൊണ്ട് രാത്രി അടിക്കുന്ന കാറ്റുകൊണ്ട് ആ കാറ്റൊക്കെ കൊള്ളുമ്പോൾ തന്നെ ചെറിയ പാട്ടൊക്കെ പാടി അങ്ങനെയാണ് സത്യത്തിൽ മത്സ്യത്തൊഴിലാളി കട്ടമരത്തിൽ എൻ്റെ അപ്പൻ ഉൾപ്പെടെയുള്ളവർ നിന്ന് ഈ മീൻ പിടിച്ചിട്ടുള്ളത്. ഇനി അതിലൊരു അപകടം കൂടിയുണ്ട്. ഇപ്പോൾ വലിയ വലിയ വള്ളങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷം കട്ടമരം എന്ന് പറയുന്നത് തിരയോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്നതാണ് താഴെ. അപ്പോൾ ഈ വലിയ വള്ളങ്ങൾ വരുമ്പോൾ ഈ തിരയെന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ കട്ടമരം കൂടി ഇങ്ങനെയാവും, ഇങ്ങനെ താഴോട്ട് വന്ന് പിന്നെ മേളിലേക്ക് പോയി ഒരു വേവ് സ്വഭാവം അറിയാമല്ലോ, അങ്ങനെ പോകും. അപ്പോഴായിരിക്കും ഒരു വലിയ വള്ളം വരുന്നത്. ഈ വലിയ വള്ളം വന്നൊന്ന് പോയാൽ നേരെ നമ്മുടെ കരയിൽ അപകടം നടക്കുന്നത് പോലെ ഈ കട്ടമരം ഈ വള്ളത്തിനടിയിലായി പോകും. അങ്ങനെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കടലെന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ഉപജീവനം മാത്രമല്ല, അവർ നിരന്തരം അവരെ തന്നെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരിടം കൂടിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കടലുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്നിപ്പം ആമ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കടലാമ. നമ്മളത് പിടിക്കാൻ പാടില്ല. അതിന്ന് പിടിച്ചാൽ കുറ്റകരമാണ്. കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗമാണ് കടലാമകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തിരൂരോ താനൂരോ ഇവിടെ കടപ്പുറമുള്ള സ്ഥലത്ത് നമ്മൾ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ആ കടൽപ്പുറത്ത് ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ കടലാമയാണ് നിങ്ങളുടെ വള്ളത്തിൽ പെടുന്നതെങ്കിൽ നിങ്ങൾ അതിനെ തിരിച്ച് കടലിലേക്ക് വിടുക, കാരണം അത് പിടിക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് 1999, 2000 കാലത്ത്, ആ കാലത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആമകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുമായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് കൊണ്ടുവരുന്നത് ഈ ആമകളാണ്. ആമകളെ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ടേക്കും. വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ട് ആമ രാത്രി മുഴുവൻ ഇങ്ങനെ മലർത്തി കിടക്കുന്ന ആമ ഇങ്ങനെ നെഞ്ചത്തടിച്ച് ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് രാവിലെ ഒരു 4-5 മണി നേരം ആകുമ്പോഴായിരിക്കും ഈ മീൻ ചന്തയിലേക്ക് പോകേണ്ട അമ്മാമ വന്ന് ഈ ആമയെ എടുത്ത് കണ്ടിച്ച് കത്തി ഇറക്കി അതിനെ കൊന്നിങ്ങനെ ഇറച്ചി വെട്ടുമ്പോൾ ഇങ്ങനെ കഷ്ണമായിട്ട് വെട്ടിയെടുത്ത് വെച്ച് ഈ ആമ ഇറച്ചി വിൽക്കാൻ കൊണ്ടുപോകുന്നത്. ഇത് മിക്കവാറും എല്ലാ വീടുകളിലും അമ്മൂമ്മമാർ ഈ കിട്ടുന്നത്. കാരണം ആമയെന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, മലർത്തിയിട്ടിരുന്നാൽ മതി. മറ്റേ മീനൊക്കെയാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ അത് നമ്മൾ ഐസിട്ടോ സൂക്ഷിച്ചോ ചീഞ്ഞു പോകാതെയൊക്കെ നിൽക്കണം. പക്ഷേ ആമയെന്ന് പറയുന്നത് ഒരു ദിവസമൊക്കെ അത് കിടക്കും, പുറത്തിങ്ങനെ നെഞ്ചത്ത് അടിച്ചടിച്ച് കിടക്കും. അങ്ങനെയുള്ള ആമയെ കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഈ ആമത്തോടുകൾ ഇങ്ങനെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ഈ ആമത്തോടുകൾ നിറഞ്ഞ ഒരു പാടമാണ് വേണമെങ്കിൽ ആ വിഴിഞ്ഞം എന്ന് പറയാം. ആ രീതിക്കാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ തെറ്റ് അല്ലെങ്കിൽ ആ കാഴ്ച കാണണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് ആമകളെന്ന് പറയുന്നത് നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുപോലെ ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ സുഗുവിൻ്റെ ഈ മുൻ തലമുറ കാട്ടിൽ നിന്ന് പലതരം ഇതിനെയൊക്കെ പിടിച്ച് കഴിച്ചിരുന്നവരാണ്. അതിനെ പിടിച്ച് വേവിച്ച് വേട്ടയാടി പിടിച്ച് തിന്നിരുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ പല ഈ വിഭവങ്ങളും കാട്ടിൽ നിന്ന് നമുക്കിപ്പോൾ എടുത്ത് കഴിക്കാനോ ഇത് ചെയ്യാനോ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കാടിൻ്റെ അവകാശികൾക്ക് പോലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇത് മാറുന്നത്. രണ്ടാമത് എനിക്ക് തോന്നുന്നൊരു അനുഭവം എന്ന് പറയുന്നത്, ഇപ്പം കടൽ നിരന്തരം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ ഈ തീരദേശം എന്ന് പറയുന്നത്. എല്ലാ മൺസൂണിലും ഈ കടൽ കയറി വരുമ്പോഴത്തേക്കും ഇപ്പോൾ അതിൻ്റെ ആഘാതം വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കടലിൻ്റെ മുൻനിരയിലിരിക്കുന്ന ഒരു വീട്, ആ മുൻനിരയിലിരിക്കുന്ന വീട് മുഴുവൻ കടലടിച്ച് തകർന്നു പോകും. എന്നിട്ട് ഈ കടൽ മൺസൂൺ കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. അടുത്ത കൊല്ലം വീണ്ടും കടൽ കയറി വരും. രണ്ടാമത്തെ നിരയിലെ വീടിനെ വീണ്ടും അടിച്ച് തകർത്തിടും. വീണ്ടും അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. വീണ്ടും അത് കഴിഞ്ഞ് പിന്നെയും കടൽ കയറി വരും. ഇപ്പോൾ വന്നിട്ട് 8 അടുക്ക് വീട് എടുത്തു കഴിഞ്ഞു. അതിനർത്ഥം
പണ്ട് കരയായിരുന്ന നമ്മൾ ഓടി കളിച്ചിരുന്ന സ്ഥലം പലതും കടലിനടിയിലായി കഴിഞ്ഞു. അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കടലിനടിയിൽ. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും, ഇതെന്തുകൊണ്ടാണ്, നിങ്ങളെന്തുകൊണ്ടാണ് ഈ കടലിൻ്റെ വായ്ക്കകത്ത് നിങ്ങൾ കൊണ്ട് വീട് വെക്കുന്നത്? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് വീട് വെച്ചുകൂടെ? നിങ്ങൾ ഇത് ചെയ്തുകൂടെ? പക്ഷേ ഈ വീട് എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് താമസിക്കാനുള്ള ഒരിടമാണ്. നിങ്ങൾക്കിപ്പം താമസിക്കാനുള്ള ഒരിടമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന, ഇപ്പം ഞാനൊരു കോളേജ് അധ്യാപകനാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് എൻ്റെ കോളേജിലേക്ക് പോകാനായിട്ട് ഞാൻ രാവിലെ എണീറ്റ് വണ്ടിയിൽ എൻ്റെ സ്വകാര്യ വണ്ടിയിൽ ഞാൻ കോളേജിലേക്ക് പോകുന്നു, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. വീട് എന്ന് പറയുന്നത് അവർക്ക് രാവിലെ 4 മണിക്ക് എണീറ്റ് അവർക്ക് കടലിൽ പോകണമെങ്കിൽ അവർക്ക് അടുത്ത് ഉണ്ടാവണം. അപ്പോഴേ അവർക്ക് കൃത്യമായി എന്നിട്ട് ആ വള്ളത്തിൽ കയറി പോകാനായിട്ട് പറ്റത്തുള്ളൂ. അവർ തിരിച്ചു വന്ന് അവർക്ക് കുറച്ച് വിശ്രമിച്ചിട്ട് വീണ്ടും അവർക്ക് കടലിലേക്ക് പോകണമെങ്കിൽ ഇത്രയും അടുത്ത് വീട് വേണം. മാത്രമല്ല, കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ആവാസ സമൂഹമാണത്. ഈ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരെ അറിയാം, അവരെ അറിയാം, ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരേ വള്ളത്തിൽ തൊഴിൽ ചെയ്യുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ള വലിയൊരു കൂട്ടായ്മയുടെയും പാരസ്പര്യത്തിൻ്റെ ആൾക്കാരാണ് അവർ. മാത്രമല്ല, ആ കടൽ വന്ന് വീടെടുക്കുന്നതിന് ഉത്തരവാദികൾ ഇവരുമല്ല. ഇപ്പം നമ്മൾ കടലിൽ അനധികൃത നിർമ്മാണം നടത്തുമ്പോഴത്തേക്കും ആ കടൽ വെള്ളമായിരുന്നു ഇതുവരെ. പക്ഷെ നമ്മൾ നിർമ്മാണം നടത്തുമ്പോൾ പിന്നീട് ആ വെള്ളം മൺസൂണിന് എവിടെ പോകും? ആ വെള്ളം വരുമ്പോൾ സ്പേസ് ഇല്ല, ആ വെള്ളം ഇവിടെ കയറുന്നു, കരയിലേക്ക് അടിച്ച് കയറുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ അടുത്തിപ്പം ഞാൻ അവസാനം എഴുതിയൊരു കവിത മാഞ്ഞു പോകുന്നവർ എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഞാൻ ഈ വിഴിഞ്ഞത്ത് നിന്ന് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ഒരു പ്രദേശം, കാരണം വിഴിഞ്ഞത്ത് നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ തീരദേശ റോഡ് സഞ്ചരിച്ചാൽ അഞ്ചുതെങ്ങ് വരെ നമുക്ക് എത്താം. അഞ്ചുതെങ്ങിലാണ് ബ്രിട്ടീഷുകാരുടെ അഞ്ചുതെങ്ങ് കോട്ടയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് അവർ വിട്ടുപോയി, പക്ഷേ ഇന്നും ആ കോട്ട അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ അഞ്ചുതെങ്ങ് വരെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നൊരു കാഴ്ച, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകും. കാരണം വീടിനകത്ത് കടലടിക്കുകയാണ്. നമ്മൾ റോഡിലൂടെ പോകുന്നത് ആ വീടിനകത്ത് ഇങ്ങനെ കടലടിച്ചുകൊണ്ടിരിക്കും. ആ വീട്ടിൽ നിന്ന് കടലിറങ്ങിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നല്ല മനോഹരമായിട്ടുള്ള വീട്. അതായത് മത്സ്യത്തൊഴിലാളികൾ അധ്വാനിച്ച് അവർ കാശുണ്ടാക്കി പൈസ കൂട്ടി വെച്ച് അവരുണ്ടാക്കിയ വീട്, അവരൊരു പക്ഷെ ഒരു 5 6 അല്ലെങ്കിൽ ഒരു 3 4 കൊല്ലം വെച്ച വീട് 3-4 കൊല്ലം കഴിയുമ്പോൾ ആ വീടിനകത്ത് കടൽ കയറി കിടക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യർ എവിടെ പോയിട്ടുണ്ടാവും? കുറേ കാലം ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിൽക്കും. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കുറച്ച് കാലം ആ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്ന സമയം ആളുകളൊക്കെ സഹായിക്കും. അതിനുശേഷം ഒരുപക്ഷെ പലപ്പോഴും ഇവർക്ക് പൈസ കിട്ടില്ല. പൈസ കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രജിസ്റ്റേർഡ് ഭൂമിയാണോ അല്ലെങ്കിൽ ഇത് പുറമ്പോക്കാണോ എന്ന് പറയുന്ന പലതരം പ്രശ്നങ്ങളിലേക്ക്, ക്രയവിക്രയ പ്രശ്നങ്ങളിലേക്ക് ഇവരെ നിയമപരമായി കൊണ്ടിടും. സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വീട് ഇവരെവിടെ പോയിട്ടുണ്ടാവും? ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും. എന്ന് വെച്ചാൽ, ഞാൻ ഉൾപ്പെടുന്ന വംശത്തിലെ ഈ മനുഷ്യർ എവിടെ പോയിട്ടുണ്ടാവും? അങ്ങനെ എന്നിട്ടാണ് ഞാൻ മാഞ്ഞു പോകുന്നവർ എന്നുള്ള ഒരു കവിത ഞാൻ എഴുതുന്നത്. വെച്ചാൽ ഇവർ മാഞ്ഞു പോവുകയാണ്. ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കേരളത്തിൽ ആരും അന്വേഷിക്കുന്നില്ല. ഇവരെവിടെ പോയി? അല്ലെങ്കിൽ ഇവർ ഇനിയിപ്പോൾ പോട്ടെ, ഇവർ വേറൊരു സ്ഥലത്ത് താമസിക്കുന്നു, എന്നാൽ ഇവരുടെ ഉപജീവന മാർഗ്ഗം ഇനി എന്താണ്? അവർ കടലിൽ ജീവിച്ച മനുഷ്യരാണ്. അവർ കടലിൽ പണിയെടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന മീൻ വിറ്റ് ആ കാശുണ്ടാക്കി അതുകൊണ്ട് ഈ മക്കളെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ചെയ്ത മനുഷ്യരാണ്. അപ്പോൾ ഇവർക്ക് വേറൊരു സ്ഥലത്ത് വീട് കിട്ടിയാൽ ഇനി ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്താണ്? ആ ഉപജീവന മാർഗ്ഗം നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് ഇങ്ങനെ മനുഷ്യർക്ക് ഇതല്ല. എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു തൊഴിലിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുന്നതല്ല ഈ വംശപരമായി ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക്. കാരണം അവരവരുടെ ആ ഒരു തൊഴിൽ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. നമ്മൾ നാളെ അവരെ വാർക്കപ്പണിക്ക് പോകാൻ പറഞ്ഞാൽ പറ്റിയെന്ന് വരില്ല അവരെ കൊണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെ, പിന്നെ മാത്രമല്ല അവരുടെ ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്ന് പൈസ കിട്ടി, ആ പൈസ കിട്ടിയതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ മക്കളെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളെപ്പോലെ ഈ മാസം പൈസ കൃത്യമായി വെച്ച് അങ്ങനെ ജീവിക്കുന്നവരല്ല. അപ്പോൾ ഇന്ന് 1000 കിട്ടിയെങ്കിൽ 1000 വെച്ച് വീടിനെ നോക്കുന്നു, കുറച്ച് പൈസ വെച്ചിരിക്കുന്നു. നാളെ ചിലപ്പോൾ പോകുമ്പോൾ 200 കിട്ടും, ചിലപ്പോൾ പോകുമ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഇവരെ വേറൊരു പണിക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ പറയും, ഇവർക്കെന്താ മാസം ഇല്ല, ഒരു ദിവസം ഇവർക്ക് 500 രൂപയാണ് കൂലി, ചിലപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ എവിടെ പോകുന്നു? അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് മാഞ്ഞു പോകുന്നു. പിന്നെ ഒരു വിഴിഞ്ഞ ഹാർബർ വിഷയമായി. ഈ വിഴിഞ്ഞ ഹാർബർ മാത്രമല്ല കേട്ടോ, ഈ കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ മൊത്തം അവസ്ഥയുടെ, കേരളം ഇപ്പോൾ കന്യാകുമാരി തൊട്ട് കിടക്കുന്ന, കന്യാകുമാരിയിലാണ് കൂടംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം. കൂടംകുളത്താണ് ഏറ്റവും വലിയ ആണവ നിലയം ഇന്ത്യയിൽ, ഇത് ചെയ്യാനായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആണവ നിലയം നിൽക്കുന്നത്. അപ്പോൾ ഈ ആണവ നിലയം വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം, എല്ലാവർക്കും വൈദ്യുതി ആവശ്യമുണ്ട്, ഇതൊക്കെ വേണം. അപ്പോൾ ഇതിനു വേണ്ടി സഹിക്കേണ്ട മനുഷ്യരാരാണ്? അവിടുത്തെ കൂടംകുളത്തെ മത്സ്യത്തൊഴിലാളികൾ സഹിക്കുക. അതിനെതിരെ സമരം ചെയ്തപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രധാനമന്ത്രി അവരെ വിളിച്ചത് അമേരിക്കൻ ചാരന്മാരെന്നാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, നമുക്കിങ്ങനെ നേരിട്ട് അറിയുന്ന മനുഷ്യരാണ്, ഈ അമേരിക്കൻ ചാരന്മാരെന്നൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? കാരണം എല്ലാ
സമരങ്ങൾക്കകത്ത് ഇമാതിരി ചില ടേമുകൾ കടന്നു വരും. ഇവരെ സഹായിക്കുന്ന മറ്റേ ആളാണ്, മറിച്ച ആളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തോടാണ് ഇപ്പോൾ എല്ലാ മനുഷ്യരെയും എതിരടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെന്ന് പറയുന്നത് ഈ നഖം കൊണ്ട് ഇങ്ങനെ മനുഷ്യരെ മാന്താൻ നിൽക്കുന്ന കഴുകന്മാരാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ ചേർത്തിട്ടാണ് ഈ മനുഷ്യാവകാശത്തിന് വേണ്ടി പെരുമാറുന്ന മനുഷ്യരെ വിളിക്കുന്നത്. മനസ്സിലായി? അവർ ഇപ്പം കണ്ടില്ലേ, ഇന്ന് ഇപ്പം പുതിയൊരു ആയുധം, ആ ആയുധം പരീക്ഷിക്കാനാണ് ഇറാനി കൊണ്ട് ഇത് ചെയ്യുന്നത്. അത് നിസാരമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇവരെന്ന് പറയുന്നത് വെറുതെ ഇസ്രായേലിനോടൊപ്പം നിന്നങ്ങ് കയറുക. അങ്ങനെയല്ല. പുതിയൊരു ആയുധം അവരുടെ കയ്യിലുണ്ട്, അത് പരീക്ഷിക്കണമല്ലോ. കുറേ കാലമായിട്ട് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ മറ്റേ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2004 വരെ ഉപരോധം അവരിൽ ഏകാധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ എണ്ണപ്പാടങ്ങളിൽ കണ്ണിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആൾക്കാരൊക്കെ ഭയങ്കര നിഷ്കളങ്കരാണ്. ഈ ചിലരോടൊക്കെ ഞാനിത് ഇപ്പം കഴിഞ്ഞ വട്ടം എനിക്കൊരു അനുഭവമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ വിഷയത്തിൽ തെന്നിപ്പോവുമല്ല, 1 മിനിറ്റ് മാത്രം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഞാനൊരു ഫേസ്ബുക്കിലൊരു കവിതാശകലം ഗസയെക്കുറിച്ചുള്ളൊരു കവിത പോസ്റ്റ് ചെയ്തു. അപ്പോൾ പോസ്റ്റ് ചെയ്തപ്പം എനിക്ക് അറിയുന്ന വളരെ ഒരു സുഹൃത്ത് ജീവിക്കുന്ന കാനഡയിലാണ്. അപ്പോൾ ആ സുഹൃത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, എൻ്റെ അടുത്ത് തിരിച്ച് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. ഒക്ടോബർ 7 മരിച്ച കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ചോദിച്ചു, ഒക്ടോബർ 7 മരിച്ച കുട്ടികളും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താ വിഷയം എന്താ ചോദിച്ചോ. അല്ല, നിങ്ങൾ ഈ ഗാസയിൽ മാത്രം ഇങ്ങനെ കണ്ണീര് വെക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ നിയന്ത്രണം വിട്ടുപോയി. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇതിൻ്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ ഈ ചരിത്രം, നിങ്ങൾ PLO എന്താണെന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ഇൻഡിഫാദ എന്താണെന്ന് മനസ്സിലാക്കണം, നിങ്ങൾ അവിടുത്തെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കുറേ കാര്യം പറയണം. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇതിനെ കൊണ്ടുവരുന്ന വേറൊരു വേർഷൻ എന്ന് പറയുന്നത്, അവർ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവരെ പോറ്റുന്ന രാഷ്ട്രം എന്ന കൺസെപ്റ്റാണ്. മനസ്സിലാവുന്നുണ്ട്? സാമ്രാജ്യത്വ രാഷ്ട്രം. അങ്ങനെ നമ്മൾ മനുഷ്യാവകാശത്തിന് ഇത് ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യരും നമ്മൾ ആദ്യമേ കൂട്ടിക്കെട്ടുന്നത് ഇമാതിരി ഇതിനോടാണ്. ഞാൻ ഈ കൂടംകുളം സമരം ആണവ നിലയത്തിൽ കുറേ മനുഷ്യർ സമരം ചെയ്യുന്നു. പക്ഷേ ആണവ നിലയം അവിടെ വന്നു. വിഴിഞ്ഞത്ത് ഇത് പ്രശ്നം എന്ന് വെച്ചാൽ വികസനം വേണ്ട എന്നല്ല പറയുന്നത്. ആൾക്കാർ പെട്ടെന്ന് പറയും, ഇവർ ഇതിനെപ്പറ്റി സപ്പോർട്ട്. നമ്മൾ പറഞ്ഞു വെച്ചാൽ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നിങ്ങൾ എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നു? അത് വളരെ പ്രധാനമല്ലേ. നാട് വികസിച്ചോട്ടെ, നാട് വികസിക്കണം, എല്ലാം വേണം. നമുക്ക് വണ്ടി വേണം, കാറ് വേണം, നമുക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം വേണം, മനുഷ്യന് സമ്പത്തുണ്ടാവണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ അടിത്തട്ട് മനുഷ്യരെങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് ഇത് വരുന്നു. അവിടെ നിന്ന് കുറേ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത്, കടലിൽ പോകുന്ന മനുഷ്യർ മരിക്കുന്നു. ഇപ്പം മുതലപ്പൊഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ മരിച്ച മത്സ്യത്തൊഴിലാളി 87 മത്സ്യത്തൊഴിലാളികൾ ഓരോ ദിവസം കടലിൽ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മുടെ അച്ഛൻ കടലിൽ പോവുകയാണ്. കടലിൽ പോകുമ്പോഴാണ് വീട്ടിൽ വന്നൊരു ആൾ രാത്രി വന്ന് കൊട്ടിയിട്ട് പറയുന്നത്, അതേ നിങ്ങളുടെ അച്ഛൻ പോയ വള്ളം മറഞ്ഞു, അച്ഛനെ കണ്ടു കിട്ടിയിട്ടില്ല. 87 പേര് മരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ആർക്കും ഒരു ഞെട്ടലുമില്ല. കേരളത്തിലെ മനുഷ്യർക്കൊന്നും തോന്നുന്നുമില്ല. അവർ പറയുമ്പം പറയും, അദാനിയുടെ പോർട്ടിൽ നിന്ന് മറ്റേ കപ്പൽ വന്ന് മുതലപ്പൊഴിയിൽ ആഴം ഉണ്ടാക്കും, പേടിക്കേണ്ട, ആഴം ഉണ്ടാക്കും എന്ന് പറയും. പക്ഷേ ആ മുതലപ്പൊഴി എന്ന് പറയുന്നത് എന്താണ്? നല്ല സ്വച്ഛന്തമായൊരു കടപ്പുറമായിരുന്നു. കടപ്പുറത്ത് ആൾക്കാർ വള്ളം കയറ്റി വെച്ച് കടലിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോഴത്തേക്ക് അവിടെ ചെറിയ ഹാർബർ വേണമെന്ന് പറഞ്ഞ് മുതലപ്പൊഴിയാക്കി അതിനെ ഹാർബർ രൂപത്തിൽ കെട്ടി. ഇപ്പോൾ അവിടെ പോകുമ്പോൾ ആൾക്കാർ ഇത് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് 87 മനുഷ്യരവിടെ മരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യരെക്കുറിച്ച് ആര് പറയും? അവർക്ക് കൃത്യമായ രാഷ്ട്രീയം അവർക്കില്ല. അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയോടൊപ്പം നിൽക്കുന്നവരോ ഒന്നുമല്ല. അവർ ലത്തീൻ കത്തോലിക്ക എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാക്കുക, അപ്പോഴത്തേക്കും കുറച്ചത് തീർന്നു പോകും. പക്ഷേ ഇവരുടെ മക്കൾ പിന്നെ എങ്ങനെ പഠിക്കുന്നു? ഇവരുടെ കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു? ഇവരുടെ ഭാര്യ അവരിനിയിപ്പോൾ എങ്ങനെയായിരിക്കും അവർ ഇതിനെക്കുറിച്ചൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം. ചെല്ലാനത്ത് കുറച്ച് കാലം കടലിൽ കയറി കിടന്നു. ഇപ്പോഴും കടലിൽ വീണ്ടും കയറാൻ തുടങ്ങി. ആ പ്രശ്നം. ആലപ്പുഴ, ആലപ്പാട് കരിമണൽ ഖനനം. കരിമണലിൽ മുഴുവൻ കൊണ്ടുപോവാണ്. ഇവിടുത്തെ വിഭവങ്ങളെ മുഴുവൻ ആർക്ക് വേണ്ടി കൊണ്ടുപോകുന്ന വെച്ചാൽ കേന്ദ്രം വന്ന് എല്ലാം തോണ്ടിയെടുത്ത് അങ്ങ് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് തുറകളുടെ പാട്ട് എന്ന് പറഞ്ഞ് ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൂടംകുളത്ത് നിന്ന് ഒരു ഞണ്ട് ഇങ്ങനെ പുറപ്പെട്ട് വരികയാണ്. ഈ ഞണ്ട് പുറപ്പെട്ട് വന്നിട്ട് അതിന് ജീവിക്കാൻ പറ്റില്ല. അത് കൂടംകുളത്ത് നിന്ന് പുറപ്പെട്ട് വന്ന് വിഴിഞ്ഞത്ത് വന്നു. വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം അവിടെയും ജീവിക്കാൻ പറ്റില്ല. അത് നേരെ ഇങ്ങനെ പുറപ്പെട്ട് വീണ്ടും ആലപ്പാട് വന്നു. അവിടെയും ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് നേരെ വന്ന് ചെല്ലാനത്ത് വരുന്നു. അവിടെ അതിന് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണത് മനസ്സിലാക്കുന്നത്, ഒരു ഞണ്ടിനും ജീവിക്കാൻ കഴിയാത്ത തുറകളാണ് ഇവിടെ ഉള്ളതെന്ന്. ഇത് ഞണ്ടല്ല, സത്യത്തിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയാത്ത തുറകളാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഒരുപക്ഷെ. അപ്പം നമ്മൾ ആലോചിക്കും, ഈ പ്രശ്നം നമ്മൾ എഴുതിയില്ലെങ്കിൽ ആരെഴുതുമെന്നുള്ളതാണ്. ഇപ്പം പുറമേ നിന്ന് എഴുതുന്ന ആൾക്കാർക്ക് അനുഭാവപൂർവ്വം എഴുതി. ഇപ്പം സുഗുവിൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ചാലികതയിൽ കബനിപ്പുഴ വരണ്ട് കിടക്കുന്ന ഒരു കാലത്താണ് ഞാൻ പോയത്. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് പോവുകയാണ് സുഗുവിനെ കാണാനായിട്ട്. അപ്പോൾ സുഗു അവിടെ കൊണ്ടുപോയി വരണ്ട് കിടക്കുന്ന കബനിപ്പുഴയൊക്കെ കാണിച്ചു തന്നു. സുഗുവിൻ്റെ മകളുടെ പേരും കബനി എന്നാണ്. അത് ആ പേര് വരുന്ന ഒരു വഴി നോക്കണം. ആ വരണ്ട് കിടക്കുന്ന ആ കബനിപ്പുഴ കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ആ കബനിപ്പുഴ
കണ്ട് ഞാൻ ഒരു കവിത എഴുതി ഞാനത് ചാലികത എന്ന പേരിൽ തന്നെ കവിത എഴുതി അത് പബ്ലിഷ് ചെയ്തു. അത് സുകുമാരനെ കുറിച്ചുള്ള കവിതയാണ്. പിന്നെ സുകുമാരൻ്റെ ആനകളുടെ ഒരു പുസ്തകമുണ്ട്. എന്ന് വെച്ചാൽ സുകുമാരൻ കാട്ടിൽ ആനകളെ കണ്ടിട്ടുള്ള, അതൊന്നും അവൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ പറഞ്ഞില്ല. പക്ഷേ ആനകൾ ഓരോ തവണ ആനകളെ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കവിത സുകുമാരനെ പറ്റി തന്നെ ഒരു കവിത എഴുതി. പക്ഷേ ഈ കവിത ഞാൻ എഴുതിയാൽ കാടിനെ പറ്റി എഴുതി അത്ര ഷാർപ്നെസ് ഉണ്ടാവില്ല. കാര്യം അത് അനുഭവിച്ച ഒരാൾ എഴുതണം. അതാണ് സുകുമാരൻ എഴുതുമ്പോഴുള്ള പ്രത്യേകത. കടലിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ നിരന്തരം എന്ന് വെച്ചാൽ ജനിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളായിട്ട്, കാണുന്നത് അമ്മ മീനെടുത്ത് വിൽക്കാൻ പോകുന്നത്, സഹോദരങ്ങൾ മുഴുവൻ കടലിൽ പണിക്ക് പോകുന്നവരാണ്. അവരെങ്ങനെയൊക്കെയോ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് പഠിക്കാൻ വിട്ടതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച നമ്മളല്ലാണ്ട് ആരെഴുതും, ആര് വന്ന് ഇവർക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിൽ ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും, എന്തിനാണ് നിങ്ങൾ സവിശേഷമായി ഇങ്ങനെ ചില കാര്യം. നമ്മളെല്ലാം എഴുതും. എന്നുവെച്ചാൽ കാടും കടലും മാത്രമല്ല, നമ്മൾ മാനുഷികമായിട്ടുള്ള എല്ലാ വിഷയവും ഒരുപക്ഷെ കവിതയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാ എഴുത്തും നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കും നമ്മൾ എഴുതാനായിട്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളെന്ന് പറയുമ്പോൾ വളരെ നമുക്ക് ജൈവിക ബന്ധമാണ്. അത് നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും എന്നുള്ള വേറൊരാൾ പറയാനുണ്ടെങ്കിൽ. ഇപ്പം ഇതിന് ഞാൻ ഈ പരിപാടിയുടെ ഒരു പോസ്റ്റർ ഇട്ടപ്പോൾ കമൻറ്റ് സുകുമാരൻ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. താഴെ വന്നു, ഇടനാടിൻ്റെ കവികളില്ലേ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? കേരളം ഉള്ളത് എങ്ങനെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പം മലനാടുണ്ട്, തീരപ്രദേശമുണ്ട്. അപ്പോൾ ഇടനാടിൻ്റെ കവികളില്ലേ എന്ന് 1-2 ആൾക്കാർ കമൻറ്റ് ചോദിച്ചു. അപ്പോൾ ഞാനതിന് വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ഒഴിവായി. സത്യം ചോദിച്ചാൽ കാലാകാലങ്ങളിലെ ഇടനാടിൻ്റെ എഴുത്താണ് മലയാള കവിത. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇടനാടിനെ പറ്റിയാണ്. ഇടനാടിൻ്റെ പറ്റി, അതിൻ്റെ വർണ്ണഭംഗികളെപ്പറ്റി, അതിൻ്റെ പ്രകൃതി രോമാഞ്ചങ്ങളെപ്പറ്റി, അത് നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് അച്ഛൻ പഠിപ്പിച്ചു തന്ന കവിതാ പുസ്തകങ്ങളെപ്പറ്റി, നിങ്ങൾ കുട്ടിക്കാലത്ത് കേട്ട അമ്മ ചൊല്ലിത്തന്ന നാമങ്ങളെപ്പറ്റി. അങ്ങനെയാണ്. ഇത്തരം ഒരു പിൻബലവും ഇല്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ ഇത്തരം ഒരു പിൻബലമില്ലാത്ത നമ്മൾ സത്യം പറഞ്ഞാൽ പുസ്തകം വായിച്ചു തുടങ്ങുന്നത് തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് മാത്രം. എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം കടലിൽ പോകുന്ന വെച്ചാൽ അവർക്ക് ആ വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പിൻബലമില്ല. വായനാ ദിനത്തിൽ ഒരുപാട് മനുഷ്യർ അച്ഛനും അമ്മയൊക്കെ തന്ന പുസ്തകത്തിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഈ പുസ്തകമൊന്ന് പോലും എഴുതാൻ അറിയാത്ത മനുഷ്യരാണ് എഴുതുന്നു അച്ഛനും അമ്മയും. അപ്പം എങ്ങനെയായിരിക്കും നമ്മുടെ ഇത് വരിക? എന്നിട്ട് അപ്പം നമ്മുടെ പ്രകൃതിയും നമ്മുടെ പഠന ഉപകരണങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഞാനൊരു കവിത വായിക്കാം, എന്നിട്ട് ഞാനിത് സുമാന് കൊടുക്കാം. ആ കവിതയുടെ പേര് മാഞ്ഞു പോകുന്നവർ എന്ന്. ഞാൻ ആദ്യം പറഞ്ഞ കവിത മാഞ്ഞു പോകുന്നവർ. കടലുകേറി വീടുപേക്ഷിച്ചു പോയവർ എവിടെ പാർപ്പുണ്ടാകും? അവരുടെ കണ്ണിലെ നനവ് മറ്റൊരു കടലായി ഇരമ്പുമ്പോഴും ഈ ഭൂമിയിൽ ഒരു തുണ്ട് മണ്ണില്ലെന്ന ദുഃഖത്തിൽ അവരെവിടെ ഇരിപ്പുണ്ടാകും? അവരുപേക്ഷിച്ചു പോയ വള്ളം അവരെ കാണാതെ ഒഴുകിപ്പോയിട്ടുണ്ടാകുമോ? അവരുണക്കാനിട്ട വലകൾ സൂര്യതാപത്താൽ പൊള്ളിയിട്ടുണ്ടാകുമോ? ഒന്നും രണ്ടും കൂട്ടിക്കൂട്ടി വച്ച് കെട്ടിയ വീടുകൾ രാത്രികൾ പകലുകൾ മാഞ്ഞുപോകെ മുറിവേറ്റ ശരീരത്താൽ അവരെ ഓർക്കുന്നുണ്ടാകുമോ? ചൊരിമണലിൽ ഈരക്കരിമണൽ ചാലിച്ച് അവർ വരച്ച രൂപങ്ങൾ തിരക്കുന്നുണ്ടാകുമോ അവരെ? ഊട്ടിയും സ്രാവും പെരമ്പുകളിയും അവർ പോയപ്പോഴേ വിട്ടൊഴിഞ്ഞിട്ടുണ്ടാകുമോ അവിടം? തിരിച്ചു വരും എന്നു കരുതി തിരകൾ പോലും പിൻവാങ്ങവേ തിരിച്ചു വരാത്ത അവരെ കാറ്റെവിടെ തിരയും? ചില ആളുകൾ ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്നത് ആരാരും അറിയാത്തത്ര എളുപ്പമാണെന്ന് നമ്മളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ചില ആളുകൾ ഇവിടെ നിന്നു മാഞ്ഞു പോകുന്നത് ആരാരും അറിയാത്തത്ര എളുപ്പമാണെന്ന് നമ്മളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു 2-3 കവിതയൊക്കെ ചൊല്ലാം, ചെറിയ കവിതകളൊക്കെ.
കവിതയുടെ പേര് മാൻ. കാട്ടിലെ നരിയുടെ പല്ലുകൾ കൊഴിയാറില്ല. ആനക്കൊളുമ്പുകൾ വെളുവെളുത്ത് വീണ് കിടപ്പുണ്ട്. ആ മലമൈതാനത്ത് മുയലുകൾ മുളച്ചു. വെളുകൊല്ലിക്കൊല്ലിയിൽ കുറുനരികൾ കോഴിക്ക് കുറിയിട്ടു. ആ മരക്കൊമ്പുകളിൽ മാനുകൾ കുത്തിവീണ പാടുകൾ. കൂട്ടുകൂടിയ പക്ഷികൾക്ക് കൂമൻ കുടഞ്ഞിട്ട വസ്ത്രങ്ങൾ. കൂവിയ പക്ഷിക്ക് ചന്തം പോരാ. കല്ലാമുട്ടി പറ്റിയ കല്ലിന് ചാന്തും പോരാ. കാട്ടിലെ നരിയുടെ പല്ലുകൾ കൊഴിയാറില്ല. ആ ചിതലുകൾ കടിച്ചു മുറിച്ച മരത്തടിയിൽ ഉറുമ്പുകൾ അടുപ്പ് പുകയ്ക്കുന്നു. പുക നോക്കി വട്ടം കറങ്ങുന്ന കരിമരുന്നിൻ്റെ കണ്ണിന് ഇലകൾ നിഴൽ മറയ്ക്കുന്നു. പുല്ല് കടിച്ച കാട്ടുമാൻ പുളിച്ച ചിരി. കാട്ടുപോത്തിൻ്റെ തുടയിൽ നുള്ളിപ്പറിക്കുന്ന മാനുണിക്ക് ചറപ്പറ ചറപ്പറ പല്ല്. ഒരു കവിത ഞാൻ, എന്നിട്ട് സുകുമാരൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ ഉള്ളൊരു ഈ കവിതയുടെ പേര് തെങ്ങര നീര് എന്നാണ്. തെങ്ങര നീര് എന്ന് വെച്ചാൽ കടലിനകത്തുള്ള പലതരം ഒഴുക്കിൽ ഒരു ഒഴുക്കാണ്. അതായത് ഈ നമ്മളെ കടലിൽ വള്ളം താണു പോയാലോ വള്ളം പൊട്ടി ആൾക്കാർ കടലിൽ കിടന്നാലോ ഈ തെങ്ങര നീരിൻ്റെ ഒഴുക്കുണ്ടെങ്കിൽ തെക്ക്, അതായത് കടലിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ട് ഒരു ഒഴുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ഒഴുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇച്ചിരി ദൂരമൊക്കെ അവർ ആ സഹായത്തോടു കൂടി കരയോടടുത്ത് വരും. കരയോടടുത്തെന്ന് വെച്ചാൽ കരയിലല്ല, കരഭാഗത്തേക്ക് ചിലപ്പോൾ വന്നേക്കാം. അതാണ് തെങ്ങര നീരെന്ന് പറയുന്നത്. അപ്പോൾ ഈ വള്ളം പൊട്ടി വള്ളം ഇടിച്ച് തകർന്ന് കടലിനകത്ത് മരിച്ചുപോയ അനേക മനുഷ്യരെ ഓർത്തിട്ടാണ്. അങ്ങനെ മരിച്ചുപോയ മനുഷ്യർ സത്യത്തിൽ മരിച്ചു പോകുന്നില്ല, അവരെവിടെയൊക്കെയോ ജീവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ അവരുടെ ജഡം കിട്ടാത്തിടത്തോളം കാലം തീരദേശത്തെ മനുഷ്യർ വിശ്വസിക്കുക. അത് ഒരു അസ്ഥാനത്തുള്ള വിശ്വാസമാണ്, പക്ഷെ അവരങ്ങനെ മനസ്സ് സമാധാനിപ്പിക്കുന്നു. കവിതയുടെ പേര് തെങ്ങര നീര്. ഗുജറാത്തിന് കുയറാത്ത് എന്നേ പറയൂ അപ്പൻ. മംഗലാപുരത്തിന് മംഗലപുരം. മുംബൈക്ക് ബോംബെ. കാണാത്ത ദേശങ്ങൾക്ക് കിഴക്ക്. അപ്പൻ വള്ളമോടിച്ചു കയറ്റിയ ഇടങ്ങളാണിവയെല്ലാം. തിരയടിച്ചു തകർന്നപ്പോൾ നീന്തിക്കേറിയ ഇടങ്ങളാണിവയെല്ലാം. ഉണ്ടെന്നും ഇല്ലെന്നും ആളുകൾ പറഞ്ഞറിഞ്ഞ ഇടങ്ങളാണിവയെല്ലാം. ആന്തമാൻ അപ്പന് അന്തോണി. കവരത്തി കബീർ. ദാമൻദിയു ദാമോദരൻ. ഡെറാഡൂണോ ഡാർജിലിങ്ങോ ഡൽഹിയോ അപ്പൻ കണ്ടിട്ടില്ല. അങ്ങനെ ചില ഇടങ്ങൾ ഉണ്ടെന്നറിയാതെ തന്നെ മരിച്ചു. തിരയിൽ കാലു നനച്ച് ഇടയ്ക്കിടെ പറയുമായിരുന്നു, ഞാൻ ഉലകത്തെ തൊട്ടു, ഉലകം എന്നെ തൊട്ടു. എന്നാലൊന്ന് പറയട്ടെ അപ്പാ, അപ്പൻ നേപ്പാളിനെ തൊട്ടിട്ടില്ല, ബൊളീവിയയെ തൊട്ടിട്ടില്ല, ഭൂട്ടാനെയോ ബൊളീവിയയോ മംഗോളിയയോ തൊട്ടിട്ടില്ല. വള്ളം മറിഞ്ഞാണ് അപ്പൻ മരിച്ചത്. അപ്പനൊപ്പം നീന്തിയ കുമ്പാരിമാർ പറയും, കടലിനുള്ളിൽ കണ്ടമാനം കരകൾ, ഏതോ ഒരു കരയിൽ തീ കായുന്നു അയാൾ, അടുത്ത തെങ്ങര നീരിന് ഒഴുകിയെത്തും നോക്കിക്കോ. വള്ളം മറിഞ്ഞാണ് അപ്പൻ മരിച്ചത്. അപ്പനൊപ്പം നീന്തിയ കുമ്പാരിമാർ പറയും, കടലിനുള്ളിൽ കണ്ടമാനം കരകൾ, ഏതോ ഒരു കരയിൽ തീ കായുന്നു അയാൾ, അടുത്ത തെങ്ങര നീരിന് ഒഴുകിയെത്തും നോക്കിക്കോ. കവിതയുടെ പേര് എനിക്ക് പരിചയമുള്ള മൃഗം. എനിക്ക് പരിചയമുള്ളൊരു മൃഗമുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമി ഉറങ്ങുന്നു, ഉണരുന്നു. അതിനകത്ത് മിന്നായം പോലെ പറക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളും കുഞ്ഞു കുഞ്ഞു തുമ്പികളും കൂടുകളും രാത്രിയിൽ ഇറങ്ങുന്ന മിന്നാമിനുങ്ങുകൾ ആ ഇരുട്ടിനകത്ത് നിദ്രയിലാവുന്നു. പകലുകൾ അവയെ തുറന്നുവിടുന്നു.
കുളിരുകൾ അലിയുന്ന നേരം പോക്കിൽ ആ മൃഗം തീറ്റ തേടാനിറങ്ങും. പുതപ്പുകൾ മൂടി ഒളിഞ്ഞിരിക്കാൻ പുൽനാമ്പുകളെന്നും ആശകൾ വെച്ചു. നാവിൽ കൊതിയൂറുവാൻ തുമ്പിക്കൈകളെന്നും ഉമ്മ വെക്കാറുണ്ട്. ചെവിയാട്ടി പുഴക്കരികിലവൻ പൂക്കളമിട്ട് കാത്തിരുന്ന് പരിചയക്കാരിയെ കാണാതെ മുങ്ങിക്കുളിച്ചപ്പോൾ മഴവില്ല് വിരിഞ്ഞതായി ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പരിചയമുള്ള മൃഗം രാത്രിയിലെ കാടുകളിൽ ഒറ്റ അലറലിൽ താരാട്ട് മുളച്ചുവെന്നും മരങ്ങൾ നൃത്തം ചെയ്തുവെന്നും സ്വപ്നമായിരുന്നു. അല്ല, അവൻ മരങ്ങളെ കുത്തിയും ചില്ലകളെ വളച്ചും നിലത്ത് ചവിട്ടിയും അക്ഷരങ്ങൾ എഴുതി പഠിക്കുകയായിരുന്നു. അവൻ മരങ്ങളെ കുത്തിയും ചില്ലകളെ വളച്ചും നിലത്ത് ചവിട്ടിയും അക്ഷരങ്ങൾ എഴുതി പഠിക്കുകയായിരുന്നു. താങ്ക് യു. എനിക്ക് 4:10 ഒരു ട്രെയിനുണ്ട്. അതിൽ തൃശ്ശൂർ പോകേണ്ടതുണ്ട്. ഞാൻ അനിലിന് കൊടുക്കുക. ഒരു കവിതയുടെ പേര് തുറകളുടെ പാട്ട് എന്നാണ്. തുറകളുടെ പാട്ട്. കാലൊടിഞ്ഞ് തോടുപൊട്ടി പാതി ജീവനായി കൂടംകുളത്ത് നിന്ന് പുറപ്പെട്ട ഒരു ഞണ്ട് വിഴിഞ്ഞം ഹാർബറിൻ്റെ തിരയുച്ചിയിൽ ചുറ്റി നിന്നു. കല്ലിടുമ്പോൾ അടിയിൽ പതുങ്ങാം, മണലുകോരുമ്പോൾ ആഴങ്ങളിൽ ഒളിക്കാം. എല്ലാം ഒലിച്ചടങ്ങിയാലും തിരയുണ്ടാകും, അതിനുച്ചിയിൽ അള്ളിപ്പിടിച്ച് ചുറ്റാം. ഒന്നാം കല്ലിൽ തിരയടങ്ങി, രണ്ടാം കല്ലിൽ കടലിളകി. മണലുമാന്തിയ പൊന്തുകളിൽ ജലാരവം, ശൂന്യത. കടല് വറ്റുകയാണോ, വേലിയേറുകയാണോ? പന്തിയല്ലെന്ന് കണ്ട് ഞണ്ട് ആലപ്പാട്ടേക്ക് വിട്ടു. പൊന്നുമണൽ, ചകിരിനാരിൽ പറ്റിപ്പിടിച്ചു കപ്പലു താണ്ടിയ മണൽ. സായിപ്പിൻ്റെ കൈവെള്ളയിൽ ഞെരിപിരി കൊണ്ട മിന്നൽ. പകലിലും മിന്നുന്ന നക്ഷത്രമേ, അതിലുരുണ്ട് ഉടലുകുടഞ്ഞ് കഴിയാം. പെട്ടെന്ന് യന്ത്രമുരൾച്ച, ഞണ്ടിൻ്റെ കൈപോലുള്ള പെരുവായൻ കൈ. കാലൊടിഞ്ഞ് തോടുപൊട്ടി പാതിജീവനായ ഞണ്ട് അവിടുന്ന് പുറപ്പെട്ട് ചെല്ലാനത്തിൻ്റെ കിഴക്കേ വശത്തൂടെ ഉള്ള പൊഴികൾക്കിടയിലൂടെ ഉള്ള കരയിലേക്ക് ചെന്നേറി. ജലമൊഴിയാത്ത നിലം പതിക്കാറായ വീടുകൾക്കിടയിൽ നിന്നും കേട്ടു കാറൽമാൻ ചരിതം. ഒന്നൊന്നായി ഇറങ്ങി വന്നു കസവ് തട്ടം, പളപള ഉടുപ്പ്. എല്ലാം നരച്ചത്, ഇനി ഉടുക്കാനാവാത്തത്. ഞണ്ട് പതിയെ വിണ്ട ചുവരുകൾക്കിടയിൽ കയറി അവിടെ തന്നെ ഇരുന്നു. ഇപ്പോഴും ഉണ്ടാകാം, അല്ലെങ്കിൽ ഇളകിപ്പോയിട്ടുണ്ടാകാം. എങ്കിൽ എവിടെയെന്നു മാത്രം തിരയരുത്. ഒരു ഞണ്ടിനും ജീവിക്കാൻ കഴിയാത്ത തുറകളുടെ പാട്ടാണിത്. എങ്കിൽ എവിടെയെന്നു മാത്രം തിരയരുത്. ഒരു ഞണ്ടിനും ജീവിക്കാൻ കഴിയാത്ത തുറകളുടെ പാട്ടാണിത്. നമുക്ക് അതിൻ്റെ അവസാന തലത്തിലേക്ക് പോകാം. ഇപ്പോൾ ചാലികത്തയുടെ വരികളിലൊക്കെ സഹജീവികൾ എന്ന അർത്ഥത്തിൽ മൃഗങ്ങളെ കൂടെ ചേർത്ത് അക്ഷരങ്ങളിൽ ഇങ്ങനെ ചേർത്ത് വെച്ച മനോഹരമായ വരികളാണ് നമ്മൾ കേട്ടത്. പുതിയ കാലത്തെ വാർത്തകൾ നമുക്കറിയാം. വന്യമൃഗങ്ങൾ ഒരുപാട് മനുഷ്യരെ ആക്രമിച്ചതിൻ്റെ, കടിച്ചു കൊന്നതിൻ്റെ വാർത്ത നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം 4 വയസ്സായൊരു കുട്ടിയെ കടുവ കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ തെരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാട്ടിൽ നിന്ന്, അത് മനുഷ്യൻ്റെ അതിക്രമം കൊണ്ടാണോ അതല്ല വേറെ വല്ല കാരണങ്ങളാണോ, ആവാസ വ്യവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ ഒരു കാട്ടിലെ കവി എന്ന അർത്ഥത്തിൽ? മൃഗം നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. ഈ നമ്മളൊക്കെ പണ്ട്, എൻ്റെ കാലത്തും അല്ല, നമ്മുടെ പൂർവികർ ഉണ്ടായിരുന്ന സമയത്തുള്ള വനമല്ല ഇന്നത്തെ കാലത്തുള്ളത്.
ഇന്നത്തെ കാലത്ത് തേക്കും കൂപ്പുകളാണ്, നാച്ചുറൽ ഫോറസ്റ്റ് ഒന്നുമില്ല. നല്ല ഈ മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള പഴവർഗ്ഗങ്ങൾ, കാട്ടിൽ ഭക്ഷണത്തിൻ്റെ കുറവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കടുവയും ആനയും ഒക്കെ നമ്മളെ ആക്രമിക്കുന്ന, പിന്നെ അങ്ങനെ ഒന്നും ആക്രമിക്കാൻ പറ്റില്ല. നമ്മളതിനെ ആക്രമിക്കാൻ പോകുന്നത് കൊണ്ടാണ് അത് നമ്മളെ ആക്രമിക്കും. ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുന്ന ആരോടും വെറുതെ മോശമായിട്ട് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് എന്നെ തല്ലൂല്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വഴക്ക് പറയില്ലേ. അപ്പോൾ കാട്ടിൽ കിടക്കുന്ന ആ വെറുതെ ഒരു ആനയില നടന്നു പോലെ അതിനെ ശല്യം ചെയ്യുമ്പോൾ അത് പേടിച്ചിട്ടാണ് നമ്മളെ തട്ടിയിട്ടിട്ട് പോകുന്നത്. അല്ല, നമ്മൾ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രം ആന നമ്മുടെ അടുത്തേക്ക് വരില്ല. എന്നാൽ അവനൊന്ന് പിടിച്ചേക്കാം എന്ന് വിചാരിച്ചല്ല വരുന്നത്. ഇത് പേടിച്ചിട്ട് ഇതാവുന്നതാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരം വനത്തിലൂടെയാണ് നടക്കുന്നത്. വനത്തിലേക്ക് ട്രക്കിങ് ചെയ്യുന്ന ഒരു ഇതില്ലേ, മുത്തങ്ങല ട്രക്കിംഗ് ഉണ്ട്, തോൽപ്പെട്ടി ഉണ്ട്, മറ്റു പല വനങ്ങളിലൊക്കെ ഈ ട്രക്കിങ് ചെയ്യുന്നുണ്ട്. ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ വന്ന് തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യന്മാരെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ മൃഗങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഈ കടുവകളുടെ ഒരു അടുക്കളയാണ്. അവർക്ക് രാവിലെ ചെന്നാൽ ഭക്ഷണം കിട്ടും, അവിടെ മാനിനെ കിട്ടും, അല്ലെങ്കിൽ പന്നിയെ കിട്ടും. ഉച്ചയ്ക്ക് പോയാലും ഇവർക്ക് മാനിനെ കിട്ടും, പന്നിയെ കിട്ടും, മുയലിനെ കിട്ടും കടുവകൾക്ക്. വൈകുന്നേരം പോവുകയാണെങ്കിലും ഇവർ കിട്ടും. അവർ നമ്മൾ വീട്ടിൽ ചാക്കിലും പാത്രത്തിലും എടുത്തു വെക്കുന്ന പോലെയുള്ള ശീലമല്ല മൃഗങ്ങളുടെ ശീലം. അപ്പോൾ രാവിലെ മാനുകളിറങ്ങും, മറ്റുള്ള പന്നികളിറങ്ങും. അപ്പോൾ ഇതിൻ്റെ പുറകെ എന്താക്കും, ആ ഭക്ഷണശാലയിൽ ആ ഒരു ആനത്താര, ഒരു ഏരിയ, ആ ഏരിയയിൽ കടുവ നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാവും, കടുവ ഉണ്ടാവും. കാരണം കടുവയ്ക്ക് റേഷൻ കടയിൽ പോയിട്ട് അരി മേടിച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ മീൻ കടയിൽ പോയിട്ട് മീൻ മേടിച്ച് കറി വെച്ച് തിന്നുന്ന ശീലം ഇവർക്കൊന്നും ഇല്ലല്ലോ. ഇവരവിടെ തമ്പടിക്കും, മൃഗങ്ങൾ വന്ന് കൂടിയിരിക്കുന്നിടത്ത് അതിനെ ഓടിച്ച് പിടിച്ച് അവിടെ തിന്നും. രാവിലെ വൈകിട്ട് അവരുടെ ആ ഭക്ഷണശാലയിലേക്ക് നമ്മൾ യാത്ര പോകുന്നു. യാത്ര പോകുന്ന നേരത്ത് എന്താക്കും, ഈ മൃഗങ്ങളെല്ലാം അവിടുന്ന് ഓടിപ്പോവും. മാനും പന്നിയും മറ്റുള്ള ഓടിപ്പോവും. അപ്പോൾ കടുവയുടെ തീറ്റ നഷ്ടപ്പെടും അവിടെ. അപ്പോൾ എന്താക്കും, ഇത് തീറ്റ തേടി നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്താക്കും, ഒന്നെങ്കിൽ എന്നെ പിടിക്കും, അല്ലെങ്കിൽ വേറെ ഒരു മനുഷ്യനെ പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ആടിനെയോ പശുവിനെയോ പിടിച്ചുകൊണ്ട് അതങ്ങ് പോകും. അപ്പോൾ പ്രധാന പ്രശ്നം മനുഷ്യൻ തന്നെയാണ്. നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ട് ശല്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെന്തായാലും വന്ന് അല്ലെങ്കിൽ എടുത്ത് എറിയും, അല്ലെങ്കിൽ ചവിട്ടും, അല്ലെങ്കിൽ കടവ് നമ്മളെ പിടിക്കും, അല്ല ഇതൊക്കെ ചെയ്യും. പന്നി വന്നിട്ട് നമ്മൾ ആക്രമിക്കുന്നില്ല, അത് പേടിച്ച് ഓടുമ്പോൾ അറിയാണ്ട് നമ്മൾ ഇടിച്ചു പോകുന്നതാണ്. അത് പേടിച്ച് ഓടും, കൂട്ടത്തോട് ഓടി വരുമ്പോൾ പേടിച്ചിട്ട് എന്തായാലും ഓടിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ തട്ടി ഇട്ടിട്ട് പോവും, നമ്മുടെ മേത്ത് പോവും. അങ്ങനെയല്ലേ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. പന്നി വന്ന് ബൈക്കിലിടിക്കുന്നു, ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ട് പിന്നെ ഓടുന്നതിടെ തട്ടുന്ന അങ്ങനെ ഓട്ടോറിക്ഷ മറിയുന്നു. ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ പ്രശ്നം നമ്മൾ തന്നെയാണ്. മൃഗങ്ങളെ കുറ്റം പറയേണ്ടതൊന്നും കാര്യമില്ല. അത് വരും, ചിലപ്പോൾ എന്നെയും പിടിക്കും. അതിന് തീറ്റ ഇല്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ, വിശന്നാൽ എന്നെയും പിടിക്കും. വേറെ ആരായാലും അത് നോട്ടൊന്നുമില്ല, മന്ത്രിയായാലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ
ഒരു ചെറിയ കവിത കൂടി ചൊല്ലാം. കവിതയുടെ പേര് ആമ. ആദ്യം അച്ചു ഒരു കറണ്ട് കിട്ടിയെന്ന് ഒരാഴ്ച ഗദ്ദളായിന്ത് 2 മുറിയിൽ അന്തിമവും പകലും ഐര ഗദ്ദളമാച്ചു കണ്ണു തുറന്നരും. മുറ്റത്ത് പെരുമ തേങ്ങമരത്തിൻ്റെ കയ്യുമോ തിലേക്കൊടിയുമോ മൂക്കൊക്ക നാണ ബൂന്ത് കറണ്ടിൻ്റെ ബയറങ്ങ് പൊട്ടിക്കൊടുത്ത പൂച്ചാന്ന 2 ബൾബ് എണ്ണേമു മലയാഞ്ചോണ്ട് തീനേമു നോക്കിക്കൊണ്ട് 12 കൊല്ല കറണ്ട് കാണാതെ മണ്ണെണ്ണ ബ്ലോക്കിൽ പടച്ച് കറുത്ത പുക എൻ്റെ മൂക്കുക ഒക്കെ നിറഞ്ഞ് ബ്ലാക്കിൻ്റെ കരിയൊക്കെ ഒൻ്റെ കൂടിക്കൊണ്ട് പുതിയ കുള്ളുമാണ്. എൻ്റെ ബുക്കിൻ്റെ താളിലൊക്കെ വൃത്തിയായി പോന്ന നാന്നുമു അച്ചാറാമു ഹോസ്റ്റലിൽ പടാക്കിൻ്റെ അക്കിമു ലേവനമു നിനേഷ് ഒലകൊണ്ടില തീ വെളിച്ചത്തി ആദ്യത്തെ പാട വായിച്ച് അപ്പേ അമ്മനുണ്ട ജകള പുരിഞ്ച് ജിനാമ്പു ജകള എമ്പടൊക്കെ നാന്നു വായിച്ച അച്ചാറൊക്കെ ബായൽക്കയെ തെറിച്ചങ്ങ് പോന്ന സമയം നോക്കുക ബാച്ച് കാണി ക്ലോക്ക് കാണി ഗൊത്തു കാണി എന്തിച്ചമോ ഉറാക്കുവൻ്റെ നേരം നോക്കി അരിവാമു പന്തം എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് പൂവെക്കും 8 കിലോക്കിൻ്റെ ആമനെ പിടിച്ചോണ്ട് പഞ്ചു മീനും പെട്ടിയെടുത്തു കുള്ളെത്തിച്ചു. അപ്പാ ബാ അമ്മൻ്റെ ഉണ്ടാ ജകള പൊന്നിന് നിർത്താൻ വേണ്ടിച്ചു നാന്നു പൂവയ്ക്ക് ആമനെ പിടിപ്പോൾ പോന്നു എന്തിച്ചു അപ്പനും നാന്നുമോ ഒൻ്റെ കൂടിക്കൊണ്ടുപോകും ആമനെ ചലിച്ചു കറിയട്ട് ബറാബരി തിമ്മടക്ക് അമ്മയ്ക്ക് നല്ല റാക്ക് എപ്പോഴുമാണ് അപ്പ ഞങ്ങളെ പരിപാടൊക്കെ അപ്പനെ കൂട്ടിക്കൊണ്ട് പോയൊക്കെ പോയിക്കാവാ എമ്മടക്ക് അമ്മയ്ക്ക് നല്ല റാക്ക് കിട്ടുക. ഇതിൻ്റെ മലയാളം വായിക്കട്ടെ. ആമ. ആദ്യമായി ഒരു കറണ്ട് കിട്ടി. ഒരാഴ്ച സന്തോഷത്തോടെ 2 മുറി വീട്ടിൽ രാവും പകലും അടിച്ചു പൊളിച്ച് കൺതുറന്ന നേരം മുറ്റത്തെ വയസ്സൻ തെങ്ങിൻ്റെ കൈയും മുടിയും മൂക്കുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് വീണ് സർവീസ് വയറി പൊട്ടി വിളിച്ചു നിന്നു. ഫ്യൂസാവാത്ത 2 ബൾബുകൾ എന്നെ നോക്കി തീയെയും നോക്കി അങ്ങനെ 12 വർഷം കറണ്ടില്ലാതെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കറുത്ത പുകച്ചോട്ടിൽ പഠിച്ചപ്പോൾ എൻ്റെ മൂക്കിനകത്തേക്ക് കയറിയ വിളക്കിൻ കരി എല്ലാം ചേർന്ന് ഒരു പുതിയ വീട് കെട്ടിയപ്പോഴേക്കും എൻ്റെ പുസ്തകത്താളുകളിൽ ഒറ്റക്കായ ഞാനും അക്ഷരങ്ങളും ഹോസ്റ്റലിൽ പഠിക്കുന്ന ചേച്ചിയെയും അനിയത്തിയെയും ഓർത്ത് അടുപ്പിൻ ചുവട്ടിലെ തീ വെളിച്ചത്തിൽ ആദ്യത്തെ പാഠം വായിച്ചപ്പോൾ അപ്പൻ അമ്മയോട് വഴക്കിട്ടു. ദിവസവും വഴക്ക്. അന്നേരം ഞാൻ വായിച്ച അക്ഷരങ്ങളെല്ലാം വാതിലിലൂടെ തെറിച്ചങ്ങ് പോയ നേരത്ത് സമയം നോക്കുവാൻ വാച്ചില്ല, ക്ലോക്കില്ല, അറിയില്ല. എന്നിട്ടും ഉറക്കം വരുന്ന നേരം നോക്കി കത്തിയും പന്തവും എടുത്ത് പുഴയിലേക്ക് ഒറ്റ പോക്കിൽ 8 കിലോകൾ ആമയെ പിടിച്ച് 6-8 മീനും വെട്ടിയെടുത്ത് വീടെത്തിയിട്ട് ഒറ്റ വിളി, അപ്പാ വാ. അമ്മയോടുള്ള വഴക്ക് നീർത്തിട്ടപ്പൻ പുറത്തിറങ്ങി വന്നു. അമ്മ ഉറങ്ങാൻ കിടന്നു. എനിക്ക് സന്തോഷമായി. അപ്പനും ഞാനും ചേർന്ന് മീനും വെട്ടി ആമയും വെട്ടി വരട്ടി തിന്നുമ്പോഴേക്കും ആ രാത്രി അമ്മയ്ക്ക് ഉറക്കം നൽകി. എൻ്റെ പുസ്തകത്തിലെ പാഠങ്ങളിലെ അക്ഷരങ്ങളെല്ലാം നാളെയും തെറിച്ചു പോകുമെന്ന പേടിയിൽ
ഞാൻ കുറങ്ങുവാൻ തുടങ്ങി. അമ്മയോട് വഴക്കിടാതിരിക്കാൻ, വീണ്ടും ആമയെ പിടിക്കാൻ, മീനെ കിട്ടാൻ, ഞണ്ടിനെ കിട്ടാൻ എല്ലാ രാത്രിയിലും ഞാൻ കാത്തിരുന്നു. താങ്ക് യു. അവിടുത്തെ മാതൃഭാഷ അല്ലേ? മാതൃഭാഷ അല്ല, റാവുള ഭാഷയിലല്ലേ നേരത്തെ ചൊല്ലിയത്? റാവുള ഭാഷയിലാണ്. നമ്മൾ അവസാനമായി ഒരു കവിത ആലപിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ കടലിൻ്റെ വിഭവങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ കടലോളം ആശങ്കയിലാണ്. ഒന്ന്, ഖനനം, വികസനത്തിൻ്റെ പേരിൽ ഭരണകൂടങ്ങൾ കുത്തക കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ള അവസരങ്ങൾ, അനുമതികൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ബോട്ടപകടം, പ്ലാസ്റ്റിക്കിൻ്റെ, നേരത്തെ തന്നെ പ്ലാസ്റ്റിക് കടലിൽ അത്യാവശ്യമുണ്ട്. കാരണം 2050 ആകുമ്പോഴത്തേനൊരു പഠനം പറയുന്നത് മീനുകളെക്കാൾ കൂടുതൽ കടലിലുണ്ടാകുന്നത് പ്ലാസ്റ്റിക് ആയിരിക്കുന്നതാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത് ഒരു കടൽ നിരീക്ഷകൻ എന്ന അർത്ഥത്തിൽ? അല്ല, അതെ, അതായത് കടൽ എന്ന് പറയുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള ഈ വേസ്റ്റുകളും കൊണ്ട് ഡംപ് ചെയ്യേണ്ട ഒരു പ്രദേശമായിട്ടാണ് പലരും പല സന്ദർഭങ്ങളിൽ കാണുന്നത്. പക്ഷെ അതിപ്പം ഐക്യരാഷ്ട്ര സംഘടന പ്രത്യേകിച്ച് ഈ ഓഷ്യൻ കോൺഫറൻസിലൂടെയൊക്കെ നൽകുന്ന ചില നിർദ്ദേശങ്ങളനുസരിച്ചും ചില തെളിച്ചമുള്ള ഉത്തരവുകളനുസരിച്ചും ഒക്കെ തന്നെ ഇപ്പം കടലിൽ അങ്ങനെ കടലിൽ സത്യം പറഞ്ഞ് നിങ്ങൾ മാലിന്യം ഒഴുക്കി അത് അക്ഷന്തവ്യമായ കുറ്റമാണ്. ആ കുറ്റമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ മുഴുവൻ കടൽ വലിയൊരു വിഭവമായി കണ്ടുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടന അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള പദ്ധതികളും രൂപീകരിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മൾ ഈ കാണുന്ന ഈ കടൽ അപകടങ്ങളൊക്കെ തന്നെ, ഈ കപ്പൽ അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കപ്പൽ അപകടം ഉണ്ടാകുമ്പോൾ ഈ കപ്പൽ അപകടം വരുന്നു. ഇപ്പം കേരള തീരത്തുണ്ടായ ഒരു അപകടം, മറ്റേത് കേരളത്തിൻ്റെ സമുദ്രാതിർത്തിക്ക്, അപ്പോൾ കേരളത്തിൻ്റെ സമുദ്രാതിർത്തി എന്ന് പറയാൻ പറ്റത്തില്ല, രാഷ്ട്രത്തിനേ ഉള്ളൂ സമുദ്രം. ഈ കേരളത്തിൽ മുങ്ങിയ അല്ലെങ്കിൽ മുങ്ങിപ്പോയ കപ്പലിനകത്തു നിന്ന് വരുന്ന കണ്ടെയ്നറുകൾ, അപ്പോൾ ഈ കണ്ടെയ്നറുകളൊന്നും തന്നെ ഈ മീനുകളല്ല. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും മീനുകൾ ഭക്ഷിക്കത്തില്ല. കാരണം മീനെന്ന് പറയുന്നത് അങ്ങനെ എല്ലാ വേസ്റ്റും വാരി വലിച്ച് കഴിക്കുന്ന അങ്ങനെയുള്ളതൊന്നുമല്ല. മീനിന് കുറച്ചുകൂടി അത് വെള്ളത്തിലായിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സസ്റ്റൈനബിലിറ്റി, സർവൈവിങ്, അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഈ ഇപ്പോൾ കടലിൽ ഇത് വന്നതോടുകൂടി, കണ്ടെയ്നർ മുങ്ങിയതോടുകൂടി നിങ്ങൾ മത്സ്യം കഴിക്കാൻ പാടില്ല. കാരണം മത്സ്യം കഴിക്കുമ്പോൾ എന്തോ പ്രശ്നമൊന്നും. അപ്പോൾ ഈ മത്സ്യം കഴിക്കുമ്പോൾ പ്രശ്നമാകുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഈ മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്ന വറുതിക്കാലമാണ്. ആ വറുതിക്കാലം കഴിഞ്ഞിട്ട് പിന്നെ മൺസൂൺ തുടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് മീൻ കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മൺസൂൺ എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒട്ടും മഴ പെയ്യത്തില്ല. മഴ വന്നാലാണെങ്കിൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹിക പ്രശ്നമോ ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ അതായത് ജൂൺ മാസം തുടക്കത്തിൽ വന്ന ഈ മഴയെ അതിജീവിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ഈ മീൻ വിൽക്കാൻ പറ്റുന്നില്ല. ഈ മീനിനുള്ള വിപണി അതിന് കൃത്യമായിട്ടുള്ള മൂല്യം കിട്ടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാ കണ്ടെയ്നർ മുങ്ങി. പക്ഷേ കണ്ടെയ്നർ മുങ്ങിയത് മീനിനെ ബാധിക്കുന്നതല്ല. പക്ഷേ രണ്ടാമതൊരു കാര്യം, ആ ദുരൂഹത നീക്കേണ്ടിയിരുന്നത് ആരാണ്? ഭരണകൂടം. കൃത്യമായി നിന്നിട്ട് ആ കണ്ടെയ്നറിനകത്ത് എന്തുണ്ടായിരുന്നു, ഈ കപ്പലിനകത്ത് എന്തുണ്ടായിരുന്നു, ഓരോ കണ്ടെയ്നറിനകത്ത് എന്തെന്ത് കാര്യങ്ങളാണുള്ളത്, അത് കടലിനകത്ത് മുങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ, ഇത് മീൻ കഴിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ദുരൂഹത മുഴുവൻ നീക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഭരണകൂടത്തിനാണ്. പക്ഷേ ഭരണകൂടം അതൊട്ട് ചെയ്തതില്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം കടലിനെ ഏറ്റവും വലിയ വിഭവമായി കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ഫ്രാൻസിലെ നൈസിലാണ് ഇത്തവണത്തെ ഈ വേൾഡ് ഈ ഓഷ്യൻ നടക്കുന്ന കോൺഫറൻസ് നടന്നത്. എനിക്ക് തോന്നുന്നു ഈ ജൂൺ മാസം 12 തൊട്ട് 12 തൊട്ട് 19 വരെയാണെന്ന് തോന്നുന്നു ഫ്രാൻസിലാണ് നടന്നത്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ കുറേ അധികം ആൾക്കാർ, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഡോക്ടർ ജോൺസൺ ജാമിനൻ്റ്, ലിസ്ബ യേശുദാസ്, കുമാർ കരിങ്കുളം, റോബർട്ട് പനിപ്പിള്ള എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ തെക്കൻ തീരപ്രദേശത്തുള്ള കടലിനെ വളരെ നല്ല രീതിയിൽ നോക്കിക്കാണുകയും അതിൽ പഠനങ്ങൾ നടത്തുകയും ചെയ്ത 4 പേര് ഫ്രാൻസിൽ ആ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ആ കോൺഫറൻസുകൾ നടക്കുന്നതിന് കടലെന്ന് പറയുന്ന ആ ഒരു വിഭവത്തെ സംരക്ഷിക്കുക എന്നൊരു ബോധം നൽകാനാണ്. അതുകൊണ്ട് ആ സാധനം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ആ രീതിയിൽ അത് അങ്ങോട്ട് എത്തുന്നില്ല എന്നിടത്ത് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. ഞാനൊരു കവിത കൂടി ചൊല്ലി നമ്മുടെ സെഷനിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കവിതയുടെ പേര് എന്താണ്, അല്ലെങ്കിൽ തുറയിലച്ചൻ എന്നൊരു കവിത. തുറയിലച്ചൻ പറഞ്ഞതാ, കാറ്റ് തെക്കന്നാൾ തെക്കോട്ട്, വടക്കന്നാൾ വടക്കോട്ട്, പറന്നുയരുന്ന പരുന്തിൻ്റെ ചുണ്ടത്ത് നിറം കണ്ടാൽ മീൻ ഏതെന്ന് കൃത്യം. മരുതാണിക്കാടിനും കരുപ്പട്ടി സന്ധ്യയ്ക്കുമിടയിൽ നൂറ്റാണ്ട് പിന്നിട്ട് പ്രതിഷ്ഠിച്ച തെയ്യമാണ് തുറയിലച്ചൻ.
രാത്രിയിൽ കെട്ടുന്നു ആടുന്നു, വീട് വീടാന്തരമെന്ന് പറയുന്നു. ഇന്നിവിടെ ചാവുണ്ട്, ഇവിടെ ഒരു കോളുണ്ട്. ചൊരിമണലിൽ പിരിവലയിൽ ശർക്കരയും തേങ്ങാക്കൊത്തും വച്ച് ജപിക്കുമ്പോൾ തുറയിലച്ചൻ വണങ്ങുന്നു തുറയിലച്ചനെ തന്നെ. പല കോരുമ്പോൾ ഒരു തുണ്ട് തുറയിലച്ചന്, പുരമേയുമ്പോൾ പച്ചോല പങ്ക് തുറയിലച്ചന്, കിളിഞ്ചീലയിൽ തൊട്ട് പണ്ടക്കാഴ്ച തുറയിലച്ചന്. മണൽത്തരികളെ നോക്കി അച്ഛൻ പറയും ആൺപിറ, വെയിൽ തുള്ളികളെ നോക്കി അച്ഛൻ പറയും പെൺപിറ. നനഞ്ഞ കാലടികൾ മണത്തു നോക്കി ഓതും പൂർവികരുടെ രാവു തിരണ്ട കഥ. അച്ചോ അച്ചോ വാവിൻ്റെ വെട്ടം നീരിളക്കം വാടക്കാറ്റിൻ വാഴ്ച. അച്ചോ അച്ചോ നാട്ടുകൂട്ടം തുറമുടക്കം കടൽ കോടതി. അച്ചോ അച്ചോ കുടിച്ചിട്ടോ കറുപ്പ് കാക്കാഞ്ഞിട്ടോ വീണൊളിച്ചു പെരുമീൻ കൂട്ടം. അച്ചോ അച്ചോ അഴിഞ്ഞഴിഞ്ഞ് വീഴും ഒച്ചയ്ക്കുത്തരമായി നിശബ്ദമാകും അച്ഛൻ. അമാവാസിയിൽ മാനത്തു നോക്കി ഗണിക്കും, കുന്തിരിക്കം കാറിത്തുപ്പൽ പുക, ഏനക്കേട് പോക്കി ഉള്ളം കയ്യിൽ വച്ചു തരും തുറയെ. അച്ഛൻ പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ കടൽ, അച്ഛൻ പറയാതൊഴിഞ്ഞതേ കണ്ടിട്ടുള്ളൂ കടൽ. അച്ഛന്മാർ മാറി അച്ചാരം പറ്റുന്നവർ അച്ഛന്മാരായി. കീരിച്ചാളയിൻ കുരലിലിരുന്നൊരാൾ ചോദിക്കുന്നു, കെട്ടണോ പിണിയൊഴിക, കെട്ടണോ പിണിയൊഴിക, കെട്ടണോ പിണിയൊഴിക. ഇതെന്ന് വെച്ചാൽ തുറയിലച്ഛൻ എന്ന് വെച്ചാൽ ഇപ്പോൾ തുറ മൂപ്പൻ എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പം കടലിനെ നല്ല വൃത്തിക്ക് അറിയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരായിരിക്കും ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുക. കടൽ ഇന്ന സമയം ഇന്ന ഇത് വരും, ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. പക്ഷേ ആ ഒരു കൾച്ചറൊക്കെ ഇപ്പോൾ പോയി. അത്യാവശ്യം എന്ന് വെച്ചാൽ കടലിനെ കുറിച്ച് നല്ല രീതിയിൽ ധാരണയുണ്ട്, അവഗാഹം ഉണ്ടായിരുന്ന ഒരു തലമുറ പതിയെ പതിയെ പോകുന്നു, പുതിയ പുതിയ ആളുകൾ വരുന്നു. അതിനനുസരിച്ചുള്ള ദോഷവും കടലിന് സംഭവിക്കുന്നുണ്ടെന്നാണ് ഈ കവിതയിലൂടെ പറയാൻ ശ്രമിച്ചത്. നന്ദി. ഓക്കെ, ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കവികളുടെ വരികൾക്ക് വലിയ പ്രഹരശേഷിയുണ്ട്. ഏറ്റവും കൂടുതൽ മികവാർന്ന എഴുത്തുകളിലേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു.